ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗണപതി എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തെ കുറിച്ചുള്ള വിവിധ തലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിനായക ചതുർത്ഥി, ഗണപതി തത്വം, ഗണപതി തത്വം നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഓരോ മന്ത്രജപത്തിലും നമുക്ക് ഗണപതിയുടെ ആ ഒരു ദേവതാ സങ്കല്പം നമ്മുടെ ഉള്ളില് പ്രകടമായി തീരുള്ളൂ. അപ്പൊ ഗണപതി തത്വം, വിനായക ചതുർത്ഥി എന്താണ്, നമ്മൾ ആചരിക്കേണ്ടത് എന്തൊക്കെയാണ്, ആ തത്വങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓം ചേരാത്ത ഒരു മന്ത്രവും ഇല്ലാത്തതുപോലെ ഗണപതിയെ പൂജിക്കാതെ ചെയ്യുന്ന ഒരു പൂജയല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഗണപതി ഹോമം നടത്താതെ ചെയ്യുന്ന ഹോമങ്ങളും ഫലപ്രാപ്തി വരുന്നില്ല. ഗണപതി എന്ന് പറഞ്ഞാൽ ഓംകാര രൂപനാണ്. സാഖ്യശാസ്ത്രത്തിലെ ഒന്നിന്റെ സ്ഥാനമാണ് ഗണപതിക്കുള്ളത്. ഒന്നിനു ശേഷം വരുന്ന പൂജ്യങ്ങൾക്കെല്ലാം എപ്രകാരമാണോ സാഖ്യശാസ്ത്രത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അതുപോലെ ഓംകാര രൂപനെ പൂജിച്ചാലേ ഏത് കാര്യവും വിഘ്നം കൂടാതെ നടക്കുകയുള്ളൂ. ഗണപതിയെ ആരാധിച്ചാൽ എല്ലാ ദേവന്മാരെയും ആരാധിക്കുന്നതിന് ഉള്ള ഗുണം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. മറിച്ച് മറ്റു ദേവതകളെ ആരാധിച്ചാൽ ആ ദേവനെ മാത്രം ആരാധിക്കുന്നതിനുള്ള ഫലമേ ലഭിക്കുകയുള്ളൂ. ബ്രഹ്മാവ് പോലും ആദി ഗണപതിയെ ആരാധിച്ചതിന് ശേഷം മാത്രമേ സൃഷ്ടി നടത്തുകയുള്ളൂ എന്ന് പറയുന്നു. മറിച്ച് ചെയ്താൽ സൃഷ്ടി പൂർണ്ണമാകുന്നില്ല. ആദി പൂജയ്ക്ക് അർഹനായ ഓംകാര രൂപനായ ഗണപതിക്ക് അനേക നാമരൂപങ്ങളുണ്ട്. ഭാരതത്തിലെ വിനായക പ്രതിഷ്ഠകളിൽ അധികവും സൗമ്യവും ഐശ്വര്യദായകവുമായിട്ടാണ് കാണപ്പെടുന്നത്. ഓംകാരത്തിന് 51 അക്ഷരങ്ങൾ ഉള്ളതുപോലെ പ്രധാന 51 ഗണപതി രൂപങ്ങളുണ്ട്. ഗണപതി ഭഗവാനെ എന്നും ഭജിക്കാമെങ്കിലും വിനായക ചതുർത്ഥി, കുമാരഷഷ്ഠി, വെള്ളി, ചൊവ്വ, ചതുർത്ഥി ദിവസങ്ങൾ മുതലായ വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ ജപം, ധ്യാനം എന്നിവ നടത്താമെന്ന് ഋഷികൾ വിധിച്ചിട്ടുണ്ട്. കറുക ഉപയോഗിച്ച് അർച്ചന നടത്തുന്നതും മാല ചാർത്തുന്നതും ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഗണപതി ഹോമം ആർക്കും ചെയ്യാവുന്നതാണ്. അംഗന്യാസങ്ങൾ, കരന്യാസങ്ങൾ, ആവാഹന മന്ത്രവും ഒന്നും അറിഞ്ഞുകൂടാത്തവർക്കും അവിൽ, പൊരി, കൊട്ടത്തേങ്ങ, കരിമ്പ്, പഴവർഗ്ഗങ്ങൾ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ലഡു, മോദകം, ഉണ്ണിയപ്പം, എള്ള, നെയ്യ്, തേൻ, പായസം, അട, ഇതിലേതെങ്കിലും 7 വിധം സാധനങ്ങൾ ചേർത്ത്, പൊരി, അവൽ, കൊട്ടത്തേങ്ങ, നെയ്യ് ഇവ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്, മിശ്രിതമുണ്ടാക്കി ശുദ്ധമായ സ്ഥലത്ത് വെച്ച് പ്ലാവ്, ആല്, അരശ്, വേപ്പ്, ചാണകപരളി ഇവ ഉപയോഗിച്ചുള്ള അഗ്നിയില് മിശ്രിതം ഗണപതി മന്ത്രം പറഞ്ഞ് ഭക്തിപൂർവ്വം സങ്കല്പിച്ച ഗണപതിക്ക് ഹോമം ചെയ്യാവുന്നതാണ്. വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് വിനായക മൂർത്തി അവതരിച്ച ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിലും ചതുർത്ഥി പുണ്യദിനത്തിലുമാണെന്നാണ് സങ്കല്പം. ഈ പുണ്യദിനത്തിനെയാണ് നമ്മൾ വിനായക ചതുർത്ഥി അല്ലെങ്കിൽ അത്ത ചതുർത്ഥി എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത്. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും എല്ലാം തന്നെ വിനായക ചതുർത്ഥി ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ആകെ ഒരു വർഷത്തിൽ 24 ചതുർത്ഥി ദിനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥി ദിനമാണ് ശ്രീ വിനായക ചതുർത്ഥിയായി ആഘോഷിച്ചു വരുന്നത്. ഭാദ്രമാസത്തിലെ ഈ ചതുർത്ഥി വടക്കേ ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ശ്രീ ഗണപതി ഭഗവാന്റെ പിറന്നാളായിട്ട് ആഘോഷിച്ചു വരുന്നു. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമായ ഒരു ചതുർത്ഥി നാളിൽ നടന്ന ആഘോഷത്തിനിടയിൽ ഭഗവാന്റെ ഇഷ്ടഭക്ഷണമായ മോദകം വളരെയധികം കഴിച്ച് ആനന്ദ നൃത്തമാടിയ ഭഗവാന്റെ കുംഭ കുലുങ്ങുന്നത് കണ്ട് ചന്ദ്രൻ പരിഹസിച്ച് ചിരിച്ചുവെന്നും അത് കണ്ട ഭഗവാൻ ചന്ദ്രന് നേരെ തന്റെ ഒരു കൊമ്പ് കൊണ്ട് എറിയുകയും ചന്ദ്രനെ ശപിക്കുകയും ചെയ്തുവെന്നാണ് ഗണേശ പുരാണത്തിൽ പറയുന്നത്. ഭഗവാന്റെ ജന്മനാളായ ചതുർത്ഥി നാളിൽ ആരും ചന്ദ്രനെ നോക്കുക പോലും ചെയ്യരുതെന്നും അന്നേ ദിവസം ചന്ദ്രനെ നോക്കുന്നവർ അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകുമെന്നും അവർക്ക് കർമ്മ തടസ്സങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് ശാപത്തിന്റെ പൊരുൾ. അതേസമയം ഭഗവാന്റെ പിറന്നാളായ ജന്മാഷ്ടമി ദിവസം ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് സർവ്വവിധ തടസ്സങ്ങളും മാറി ഐശ്വര്യം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഉത്തരേന്ത്യയിൽ പലയിടത്തും 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകളും ആഘോഷങ്ങളുമാണ് ഇന്നും നടത്തിവരുന്നത്. കളിമണ്ണ് കൊണ്ട് ഗണേശന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഭംഗിയായി അലങ്കരിച്ച പൂജകളും ഹോമങ്ങളും നടത്തിയതിനു ശേഷം ചതുർത്ഥി ദിവസം വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പായോ കടലിലോ പുഴയിലോ മറ്റ് ജലാശയങ്ങളിലോ ഒഴിക്കുക എന്നുള്ളത് ഈ ആഘോഷത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ്. 3, 5, 7, 9 ദിവസം പൂജകൾ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ഗണേശ ചതുർത്ഥി ദിവസത്തെ പൂജകളും വളരെ വിശേഷമാണ്.
സർവ്വവിധ വിഘ്നങ്ങളും നീക്കി ഐശ്വര്യം കൈവരിക്കാൻ ഈ ഗണേശ പൂജകൾ വളരെയധികം സഹായിക്കും. പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത് ഗണപതി പൂജയില്ലാതെ വേറെ പൂജകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ വർഷത്തെ വിനായക ചതുർത്ഥി നമുക്കറിയാം ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ നമുക്ക് ഗണപതി ഭഗവാനെ കുറിച്ച് അറിയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം നമുക്ക് പുറമേയുള്ള കഥകൾ പലതും കേൾക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ തത്വം എന്താണ്? സർവ്വ വിഘ്നങ്ങളുടെയും നിവാരകനായിട്ട് എല്ലാവിധ കർമ്മങ്ങളുടെയും പ്രഥമ കർത്താവായി ക്ഷിപ്രപ്രസാദിയായി മഹാഗണപതി സങ്കല്പം പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു. ഇതിന്റെ പൊരുൾ എന്താണ്? എങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത്? അല്ലെ, നമ്മുടെ ശരീരത്തിലെ മൂലാധാരത്തിൽ ഇരിക്കുന്ന തത്വമാണ് ഗണപതി ഭഗവാൻ. ഈ ഭഗവാനെ തത്വം എന്ന് പറഞ്ഞാൽ തത്വം, നമ്മൾ അതായി തീരണമെങ്കിൽ അദ്ദേഹത്തെ നന്നായിട്ട് അറിയണം. ആ അറിവിലൂടെ മാത്രമേ ഗണപതി മന്ത്രം പോലും നമ്മുടെ ഉള്ളില് ആ ഒരു ദേവതയെ ആവിർഭവിപ്പിക്കുകയുള്ളൂ. ഗണപതി തത്വം എന്താണ്? വളരെ വിശദമായിട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ വിനായക ചതുർത്ഥിക്ക് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സംസാര സാഗരത്തിൽ ഓരോ ജീവനും പല പല തടസ്സങ്ങളിലും കുരുക്കിലും പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ വിപത്തുക്കളിൽ കുരുങ്ങി നിൽക്കുന്ന നമുക്ക് തീർച്ചയായും ഈ തത്വ ദർശനം തന്നെ നമ്മുടെ ഉള്ളില് അദ്ദേഹത്തെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കും എന്നുള്ളതില് സംശയമില്ല. നമുക്ക് അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ തത്വങ്ങൾ എന്താണ്, എന്തിനാണ് ഗണപതി ഭഗവാനെ നമ്മൾ പൂജിക്കുന്നതെന്നൊന്ന് അറിയാം. ഗണപതി എന്നാൽ ഗണങ്ങളുടെ പതി എന്നാണ് സാമാന്യ അർത്ഥം. ഗണങ്ങൾ എന്നാൽ കൂട്ടം അല്ലെങ്കിൽ വ്യൂഹം എന്നൊക്കെ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ബോധസത്തയായ ചിതിയുടെ സ്ഫുരണത്തിന്റെ ഘടകങ്ങളാണ് ജ്ഞാന ജ്ഞാതൃ ജ്ഞേയങ്ങൾ. ഇവ ഒരു ഗണമാണ്. ഇതിന്റെ അധിപതിയായിരിക്കുന്ന ചിത്ത് തന്നെയാണ് ഗണപതി. കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, അന്ധകരണങ്ങൾ, ദശപ്രാണന്മാർ, പഞ്ചഭൂതങ്ങൾ, കാമം, കർമ്മം, അവിദ്യ എന്നീ 8 ഗണങ്ങൾക്ക് അധിപതിയാണ് ഗണപതി. ഇവയെത്രയാണ് നമ്മളെ പുര്യഷ്ടകങ്ങൾ എന്ന് പറയുന്നത്? ദ്വാദശാദിത്യന്മാർ, അഷ്ടവസുക്കൾ, ദശവിശ്വദേവന്മാർ, 36 തൂഷീതന്മാർ, 64 ആഭാസ്വരന്മാർ, 49 അനിലന്മാർ, 220 മഹാരാജ്ഞികമാർ, 12 സാധ്യന്മാർ, 11 രുദ്രന്മാർ, ഇവരെല്ലാം ഒരു ദേവഗണമാണ്. ഈ ദേവഗണത്തിന്റെ അധിപതി മഹാഗണപതിയാണെന്ന് ലളിതോപാഖ്യാനം എന്നുള്ള ഗ്രന്ഥത്തില് ഗണപതി എന്ന വാക്കിന് അർത്ഥമായി പറയുന്നു. ഇനി ഗണപതി എന്ന വാക്കിന് 8 പുരങ്ങൾ ഉള്ള ശരീരം എന്നും നമുക്ക് അർത്ഥം കണക്കാക്കാം. പരസൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ ഒരു ഗണം. ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം, ഊഹം, ആപോഹം, അർത്ഥവിജ്ഞാനം, തത്വജ്ഞാനം എന്നീ ബുദ്ധിയുടെ അഷ്ടഗുണങ്ങൾ ഒരു ഗണം. മൂലാധാരാദി സഹസ്രാര പര്യന്തമുള്ള ആധാര ചക്രങ്ങൾ ഒരു ഗണം. ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം ഒരു ഗണം. ഇതിന്റെ എല്ലാം അധിപതിയാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. ഗണേശ സ്തവത്തിൽ ഗണപതിയെ അജനായി പറയുന്നു. അജൻ എന്നാൽ ജനിക്കാത്തവൻ, ജനിക്കാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ജനിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാണൻ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ പ്രാണതത്വം തന്നെയാണ് ഗണപതി എന്ന് പറയുന്നതെന്ന് നമുക്ക് നിസ്സംശയം എടുക്കാം. അപ്പോ ഗണ എന്ന പദത്തിന് കാലഗണന ചെയ്യാൻ കഴിവുള്ളവൻ എന്നും അർത്ഥമുണ്ട്. കാലത്തെ ആവർത്തിച്ചു കൊണ്ടുവരുന്നവൻ ഗണപതിയാണ്. 6 ഋതുക്കളെ ഇവിടെ ഒരു കാലമായിട്ട് പറയുന്നുണ്ട്. കൗള സദ്ഭാവം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്: ഈ കാലത്തിന് അധിപതിയായി ഗണപതി. ആദിത്യാദി നവഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ഗണമാണ്. ഈ നവഗ്രഹങ്ങളുടെ നിയന്ത്രണം മഹാഗണപതിക്കാണ്. ബുദ്ധിബലം, കുലശുദ്ധി, ദമം, അധ്യയനം, പരാക്രമം, മൃതഭാഷണം, ദാനം, കൃതജ്ഞത എന്നീ അഷ്ടഗുണങ്ങൾക്ക് അതീശത്വം വഹിക്കുന്നതിനാൽ ഗണപതി എന്ന പേര് സിദ്ധിച്ചു. ശബ്ദാർണവത്തിൽ ഗണശബ്ദത്തിന് ഗണരാത്രിയുടെ അധിപൻ എന്ന അർത്ഥം കാണുന്നുണ്ട്. രാത്രി എന്ന വാക്കിന് ഇവിടെ സുഖത്തെ കൊടുക്കുന്നത് എന്ന അർത്ഥം എടുക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാധകനാകുന്ന ഭക്തന് സദാ സുഖത്തെ കൊടുക്കുന്നവൻ എന്ന അർത്ഥം കൽപ്പിക്കണം. ജ്യോതിശാസ്ത്രം ഗണശബ്ദത്തിന് നക്ഷത്രങ്ങളുടെ അധിപതി എന്നൊരു അർത്ഥകൽപ്പന ചെയ്യുന്നുണ്ട്. ക്ഷഗതൗ നക്ഷത്ര ശബ്ദത്തിന് നിരുക്തം അമരകോശത്തിൽ കാണുന്നതാണിത്. ഗമനശീലമുള്ളത് നക്ഷത്രം. സദാ ഗമനശീലം പ്രകാശത്തിനാണ് അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ സദാ ശോഭമാനമായി ഇരിക്കുന്ന പ്രകാശങ്ങളുടെ ഗണത്തിന്റെ അധിപതിയായിരിക്കുന്ന ഗണപതി എന്ന് നമുക്ക് കൽപ്പിക്കാം. അമരകോശത്തിൽ തന്നെ ഗണശബ്ദത്തിന് തന്നെ സേവിക്കുന്നവർക്ക് ഗുണത്തെ കൊടുക്കുന്നവൻ, ഹിംസാശീലമില്ലാത്തവൻ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. ഗണ എന്നാൽ കണക്കാക്കപ്പെടുന്നത് എന്നർത്ഥം. മാഖൻ തന്റെ കോശഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നു:
കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ധനുർവേദത്തിൽ ഗണ എന്ന പദത്തിന് ഒരു സേനാവിശേഷം എന്ന അർത്ഥം പറയുന്നുണ്ട്. ഇതിനൊരു പത്തി എന്ന് പേർ. ഒരു പത്തി എന്നാൽ ഒരു ആന, ഒരു തേര്, 3 കുതിര, 5 കാലാൾ ഇവ കൂടുന്നതിനെയാണ്. അങ്ങനെ 21,870 പത്തി കൂടുന്നതാണ് ഒരു ഗണം. ഇങ്ങനെ 21,600 ഗണം കൂടിയതിന്റെ അധിപൻ അല്ലെങ്കിൽ സേനാനായകൻ ഗണപതി. അപ്പൊ ഈ ചതുരംഗ സേന സാധക ദൃഷ്ടിയിൽ മനോബുദ്ധി അഹങ്കാര ചിത്തമാകുന്ന അന്ധകരണങ്ങൾ തന്നെയാണ്. ഋഗ്വേദത്തിൽ ഗണപതിയെ ബൃഹസ്പതിയായിട്ട്, അതായത് ബുദ്ധിയുടെ ദേവൻ, അവതരിപ്പിക്കുന്നുണ്ട്. വേദങ്ങളിൽ കാണപ്പെടുന്ന ഗണാനാം ത്വം ഗണപതിഹും ഘവാമഹേ എന്ന ഋക്കില് ഗണപതിയെ ബ്രഹ്മണസ്പതിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഐതരേയ ബ്രാഹ്മണം ബ്രഹ്മാവസ്ഥയോട് കൂടിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഗണപതി പദം പ്രയോഗിക്കുന്നു. ഗണേശ അഥർവ ശീർഷത്തില് പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് ഗണപതി എന്ന് പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിലും മഹാഭാരത കഥയിലും ബാലഭരതൻ എന്ന രാജശേഖരന്റെ കവിതയിലും വ്യാസന്റെ ശിഷ്യനായി ഗണപതിയെ പറയുന്നുണ്ട്. അഭിനവ ഗുപ്താചാര്യരുടെ ദേഹസ്ഥ ദേവതാ സ്തോത്രം എന്ന ഗ്രന്ഥത്തിൽ ഗണപതിയെ പ്രാണനായിട്ട് അവതരിപ്പിക്കുന്നു. യോഗശാസ്ത്ര പ്രകാരം നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള മൂലാധാരം എന്ന കേന്ദ്രമാണ് മനുഷ്യന്റെ ജഡഭാവം എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന രശ്മികളാണ് ഗണങ്ങൾ. ഈ രശ്മികളാകുന്ന ഗണത്തിന്റെ അധിപതിയാണ് ഗണപതി. ഈ രശ്മികൾ ബോധതലത്തിന്റെ ഉണർവിലെ പ്രഭകളാണ്. ഈ പ്രഭകളാണ് കുണ്ടലിനി ശക്തിയുടെ ഗമനമാർഗമെന്ന് പറയപ്പെടുന്നത്. ഒരേ ബോധസത്തയുടെ പരസ്പര വിഭജനം 2 ഭാവങ്ങൾ സൃഷ്ടിക്കുകയും അവയുടെ പരസ്പര പ്രവർത്തനങ്ങളുടെ വിവിധതരം അനുസന്ധാനങ്ങളുടെയും പരിണാമവുമാണ് പ്രകൃതിയുടെ രൂപാവിഷ്കാരത്തിന് കാരണം. ഈ ബ്രഹ്മഭാവങ്ങളെ രൂപാത്മകമായി ശിവനും ശക്തിയുമായി കൽപ്പിക്കുന്നു. ഏകമായ ഉണ്മ 2 ഭാവങ്ങൾ പൂകിയ ശേഷം സൃഷ്ടിയോന്മുഖമായി ഒരു വ്യതിയാനം അവലംബിച്ച് അവ വീണ്ടും കൂടിച്ചേരുമ്പോൾ ഈ ആദ്യ അനുസന്ധാനത്തിൽ നിന്നും സ്ഫുരിക്കുന്ന ആദ്യ സ്പന്ദനമാണ് ശബ്ദബ്രഹ്മം. ഈ ശബ്ദത്തിന്റെ പ്രകടഭാവം രൂപമാണ്. ശബ്ദവും രൂപവും അഭേദ്യ ബന്ധമാണുള്ളത്. ആ ആദിമ ശബ്ദം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം എന്നാൽ ബൃഹത്തായിരിക്കുന്നത് എന്നർത്ഥം. ബൃഹത്താവുന്നത് പ്രണവശബ്ദം തന്നെയാണ്. പ്രണവത്തിൽ ആദിമധ്യാന്തങ്ങളില്ല. ഇച്ഛാജ്ഞാന ക്രിയാശക്തികളുടെ സമന്വയ ഭാവമാണ് പ്രണവം. ഇതിൽ ഇച്ഛാശക്തിയുടെ സ്വരൂപമാണ് ഗണപതിക്കുള്ളത്. സാക്ഷാൽ ബോധത്തിന്റെ ആശയ രൂപവൽക്കരണമാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. പ്രാപഞ്ചിക സത്യത്തിന്റെ ബാഹ്യാഭ്യന്തരമായിരിക്കുന്ന സത്തയാണ് ഈ ഇച്ഛാശക്തി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബോധസത്തയുടെ പ്രഭാവമാണ് ഗണപതി എന്ന് പറയാം. ഈ ഇച്ഛാശക്തിയാകുന്ന അനന്താവബോധത്തിൽ ഉണരുന്ന പ്രഥമ വികാരമാണ് സൃഷ്ടി എന്ന അവസ്ഥ. അപ്പൊ സൃഷ്ടി തത്വമാകുന്ന വികാരഭാവമാണ് ഗണപതി എന്നും നമുക്ക് പറയാം. ഊർജത്തിന്റെ ആഴത്തിലുള്ള മാനങ്ങളെ കുറിച്ച് ശാസ്ത്രത്തിന്റെ അന്വേഷണം തുടരുന്നുവെങ്കിലും ശേഷി എന്നതിന്റെ സ്വഭാവം എന്താണെന്ന് ഇന്ന് വരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അനന്ത സാധ്യതകളുള്ള ഒരു പ്രജ്ഞയാണ് ഇതിന് ആധാരമെന്ന് പരിമിതനായ മനുഷ്യൻ അറിയുന്നു. ഈ പ്രജ്ഞ ഉണ്മയാണ്. ഋഷിമാർ ഇതിനെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് വിളിക്കുന്നത്. ആത്മീയ ശക്തിയും ജഡപ്രപഞ്ചത്തിലെ ഭൗതിക ഊർജവും ആ അനന്ത വൈഭവമായിരിക്കുന്ന പ്രജ്ഞാനത്തിന്റെ ആവിഷ്കാരം തന്നെയാണ്. ജഡപ്രകൃതിയിൽ പരിമിതമായിരിക്കുന്ന ഒരു ബോധാവസ്ഥയാണ് മനുഷ്യന്റെ സ്ഥിതി. ഈ ജഡാവസ്ഥയുടെ പരിമിതിയെ അതിലംഘിച്ച് പ്രജ്ഞയുടെ വൈഭവങ്ങളെയും സ്വാതന്ത്ര്യാവസ്ഥയും കൈവരിക്കാനുള്ള ബോധം മനുഷ്യനിലുണ്ട്. ഈ ബോധത്തെ തന്ത്രശാസ്ത്രം ബോധകുണ്ടലിനി എന്ന് വിളിക്കുന്നു. ഈ ഒരു പദാർത്ഥത്തിൽ ലീനമായിരിക്കുന്ന പ്രജ്ഞയെ ഉണർത്തി വികസിപ്പിക്കുന്ന ആത്മശക്തിയാണ് സ്പന്ദം. ആ പ്രഥമ ചലനം എന്ന് നമ്മൾ പറയുന്നത്. ഈ ചലനം ബോധത്തിന്റെ ഉണർവിന് കാരണമാകുന്നു. ഈ കാരണത്തെ തന്ത്രശാസ്ത്രം ഗണപതി എന്നും കാര്യത്തെ ലക്ഷ്മി എന്നും വിളംബരം ചെയ്യുന്നു. ബോധത്തിന്റെ ഉണർവിന് കാരണക്കാരനായ ഗണപതി പ്രണവസ്വരൂപനായതുകൊണ്ട് മന്ത്രശാസ്ത്രങ്ങളുടെ അധിപതിയായി അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. സംസ്കൃതത്തിലെ 51 അക്ഷരങ്ങളുടെ പ്രതീകമായിട്ട് 51 ഭാവങ്ങൾ ഗണപതിക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മനുഷ്യനിൽ ലീനമായ ബോധമണ്ഡലത്തിന്റെ വികാസത്തെ സംഭവിപ്പിക്കുന്ന പ്രജ്ഞാശക്തിയുടെ സ്പന്ദവിശേഷമാണ് ശബ്ദബ്രഹ്മമയമായിരിക്കുന്ന ഗണപതി. ഈ ഗണപതിയാണ് യോഗശാസ്ത്രങ്ങളിലെ ഉണ്മയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. തന്ത്രശാസ്ത്രത്തിലും ഗണപതിയെ ഉണ്മയായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് കാണാം. അഭിനവ ഗുപ്തപാദാചാര്യരുടെ തന്ത്രാലോകം എന്ന ഗ്രന്ഥത്തിലും കാശ്മീര ശൈവ ദർശനങ്ങളിലും വേദാന്തങ്ങളിലും എന്നുവേണ്ട ഭാരതത്തിലെ ഒട്ടുമുക്ക ശാസ്ത്രങ്ങളിലും ഗണപതി എന്ന ദേവതാ സങ്കല്പത്തെ ഉണ്മയായി ചിത്രീകരിച്ചിരിക്കുന്ന കാണാം.
ഈ ഉണ്മയെ ശിവനായിട്ടാണ് തന്ത്രം പരിചയപ്പെടുത്തുന്നത്. അതിനാൽ ഗണപതി എന്ന ദേവത ശിവൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊള്ളണം. ഇത് താന്ത്രികന്മാർ വളരെ രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ്. സാധാരണഗതിയിൽ അവരുടെ പിൻതലമുറക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഉണ്മയായ ശിവന്റെ ശക്തി തത്വമാണ് പാർവതി. ശക്തിയിൽ നിന്ന് അനന്തമായിരിക്കുന്ന ആവിഷ്കാര സാധ്യതകളുടെ കേദാരമായ മൂലപ്രകൃതി ഉത്ഭവിക്കുന്നു. ഈ മൂലപ്രകൃതിയിൽ നിന്നും വസ്തുനിഷ്ഠമായ പ്രപഞ്ചം ആവിഷ്കരിക്കപ്പെടുന്നു. ഈ പ്രപഞ്ചബോധത്തിൽ നിന്നും പ്രാണനും ജീവനും ഉത്ഭവിക്കുന്നു. അതിൽ നിന്നും ജീവജാലങ്ങൾ ഉദയം ചെയ്ത് പരിണാമ വികാസം നേടി ബോധമണ്ഡലത്തിലെ സാധ്യതകൾ വികസിപ്പിക്കുന്നു. പ്രജ്ഞയുടെ വികാസം ഇവിടെ നിന്നും ആരംഭിക്കുന്നു. പരിമിതികളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ വികാസമാണ് ഗണപതി സാധനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വളരെ രഹസ്യവും ഗോപ്യവുമായി വെച്ചിരിക്കുന്ന തന്ത്ര രഹസ്യമാണിത്. വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന പ്രജ്ഞ എന്ന സമൂഹത്തിന്റെ അധിപതിയായിരിക്കുന്ന ഗണേശ ചൈതന്യം സാധകനിലേക്കുള്ള ഭാവാന്തരങ്ങളാണ്. ഗണപതി എന്ന ദേവതാ സങ്കല്പത്തെ ജിദ്ദു കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുന്നത് മനസ്സിൽ ഉണ്ടാകുന്ന പ്രഥമ ചിന്തയായിട്ടാണ്. ഈ ഗണപതിക്ക് രണ്ട് അവസ്ഥകളുണ്ട്: ചിന്താപൂർവമായിരിക്കുന്ന പ്രകാശവും ചിന്താശേഷമായിരിക്കുന്ന വിമർശവും. തന്ത്രശാസ്ത്രം ഈ പ്രകാശത്തെ വിഘ്നരാജനെന്നും വിമർശത്തെ വിനായകനെന്നും പറയുന്നു. ഗണപതി സങ്കല്പത്തെ ഗണേശ കൽപ്പമഞ്ജരി എന്ന ഗ്രന്ഥത്തില് ഗുണാധീനായിട്ട് പറയുന്നുണ്ട്. വിഘ്നരാജൻ എന്ന സങ്കല്പത്തെ തമോ ഗുണത്തിലും ഗണപതിയെ രജോ ഗുണത്തിലും വിനായകനെ സത്വഗുണത്തിലും ആരാധിക്കണമെന്ന് ഗണേശ കൽപ്പമഞ്ജരി എടുത്തു പറയുന്നുണ്ട്. ഇവിടെ വിഘ്നരാജ പദത്തിന് തടസ്സങ്ങളെ ഉന്മൂലനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. വിശേഷണ ജഗത് സാമർഥ്യം ഹരതി ഇതി വിഘ്നഃ. അമരസിംഹൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ജഗത് സാമർഥ്യം എന്ന പദത്തിന് മായ എന്ന അർത്ഥം കൊടുക്കണം. ഇവിടെ വരുമ്പോൾ മായയെ ഇല്ലാതാക്കി തരുന്നവൻ, വേദാദികൾ കാലമയത്വം കൊണ്ടും കാലാധീന സൃഷ്ടിസ്ഥിതി ലയന തത്വങ്ങളെ കൊണ്ടും വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നു. യജുർവേദത്തിലെ മൈത്രായണി സംഹിത വിഭാഗത്തിലെ ഗണപതി സങ്കല്പത്തെ വിനായകനായി തന്നെയാണ് പറയുന്നത്. വിനായക ശബ്ദത്തിലെ വിശിഷ്ടനായ നായകൻ എന്ന അർത്ഥമുണ്ട്. ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നവൻ എന്ന് വേറൊരു അർത്ഥം എടുക്കാം. ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലെ കലൗ ചണ്ഡി വിനായകവും എന്നാണ് പറയുന്നത്. കലിയുഗത്തില് മോക്ഷമാർഗത്തിന് ചണ്ഡിക എന്ന ദുർഗാ സങ്കല്പത്തെയും വിനായകൻ എന്ന ഗണപതി സങ്കല്പത്തെയും ആരാധിക്കണമെന്ന് പറയുന്നു. അപ്പൊ ഗണപതിയുടെ പൂർവ്വരൂപമായിരിക്കുന്ന വിനായക സങ്കല്പത്തെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ 4 രൂപത്തിലുള്ള വിനായകന്മാരും അതിന്റെ പ്രകരണങ്ങളെയും പറയുന്നു. യാജ്ഞവൽക്യ സ്മൃതി 6 വിനായകന്മാരെ പ്രതിപാദിക്കുന്നു. ബൗധായനോപനിഷത്തിൽ വിനായകനെ വക്രതുണ്ടനായും ദണ്ഡിയായും പറയുന്നുണ്ട്. ഇവിടെ ദണ്ഡി എന്ന പദത്തിന് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നവനെന്ന് മാത്രമേ അർത്ഥമെടുക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ കല്ലുക ഭട്ടകൻ സൂര്യനാകുന്ന ശിവന്റെ സമീപത്തുനിന്ന് ശിവരക്ഷയെ ചെയ്യുന്നവൻ ആരാണോ അയാളെ ദണ്ഡി എന്ന് പറയുന്നുണ്ട്. ശ്രീവിദ്യ സാമ്പ്രദായിക ഉപാസനാക്രമത്തിൽ വിനായകൻ എന്ന ശബ്ദത്തിന് സർവസ്വതന്ത്രൻ എന്ന അർത്ഥവും പറയുന്നുണ്ട്. അപ്പൊ ബോധായന ധർമ്മസൂത്രത്തിൽ ഗണപതി എന്ന സങ്കല്പത്തിന് മുമ്പേ ഉള്ള ദേവതയാണ് വിനായകൻ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. കുണ്ടലിനി ഉപനിഷത്തിൽ വ്യക്താധിഷ്ഠിതമായ മനസ്സ് എന്നർത്ഥത്തിൽ വിനായക പദം പറയുന്നു. ശാക്തേയ ഉപാസകർ വിനായക പദത്തിന് വിശിഷ്ടമായ എല്ലാ പദാർത്ഥങ്ങളുടെയും നായകൻ എന്ന അർത്ഥവും കൽപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നേർവഴിക്ക് നയിക്കുന്നവൻ എന്ന് നമുക്കെടുക്കാം. ഭവിഷ്യപുരാണം വിനായക ശബ്ദത്തിന്റെ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. വാമന പുരാണത്തിലും മറ്റൊരു നായകൻ ഇല്ലാത്ത ദേവൻ എന്ന അർത്ഥവും പറയുന്നുണ്ട്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിക്രോപശാന്തയെ എന്ന ശ്ലോകത്തിലെ വിഷ്ണു എന്ന പദത്തിന് വിനായകൻ എന്ന അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. വിഘ്നരാജനും വിനായകനും തത്വാർത്ഥത്തിൽ ഒന്നാണെങ്കിലും വ്യാവഹാരിക തലത്തിൽ രണ്ടാണ്. മാധ്വന്മാർ വിഘ്നരാജനെയും സ്മാർത്തന്മാർ വിനായകനെയും ആരാധിക്കുന്നുണ്ട്. 4 യുഗങ്ങളിലും ഗണപതിക്ക് വ്യത്യസ്തമായ സങ്കല്പങ്ങളാണുള്ളത്. കൃതയുഗത്തിൽ 10 കൈകളോടുകൂടി സിംഹാരൂഢനായി സ്ഫടിക വർണ്ണത്തോടുകൂടി മഹോത്കട ഗണപതി എന്ന പേരിലും, ത്രേതായുഗത്തിൽ ശുക്ലവർണ്ണത്തോടും അഷ്ടഭുജങ്ങളോടും കൂടി മയൂരവാഹനത്തോടുകൂടി മയൂര ഗണപതി എന്ന പേരിലും, ദ്വാപരയുഗത്തിൽ രക്തവർണ്ണത്തോടും 4 കൈകളോടുകൂടിയും കൂർമ്മവാഹനത്തോടുകൂടിയും മഹാഗണപതി എന്ന പേരിലും, കലിയുഗത്തിലെ ബഹുവർണ്ണത്തോടും 2 കൈകളോടും കൂടി മൂഷിക വാഹനത്തിലും ബീജഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ സ്വാധീനം വ്യാപാരവും മറ്റു ജനമിശ്രണവും മൂലം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. നമുക്കറിയാതെ അല്ലെ, ഇന്ന് ഗണപതി ആരാധനയും ഉൾപ്പെട്ടു അതില്. ഇപ്പൊ ജപ്പാൻ പ്രദേശങ്ങളില്
ഷോഡൈൻ എന്നും ചൈനയിൽ കാർഗിട്ടൈൻ എന്നും മലയ്ക്ക് ആർക്കി പൈലഗോയിൻ എന്നും ആനവൻ എന്ന പേരിലും ഗണപതി അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണനായ ഒരു ആനയുടെ ആകൃതിയിലാണ് ചൈനയിലെ ഗണപതി ആരാധന അവർ നടത്തുന്നത്. ജപ്പാനിൽ ഗണപതിക്ക് 100-ൽ കൂടുതൽ ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. ചൈനയിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലും പരസ്പരം ആലിംഗനബദ്ധരായി നിൽക്കുന്ന മിഥുന രൂപത്തിലുമുള്ള ഗണപതി സങ്കല്പങ്ങളുമുണ്ട്. ടിബറ്റൻ താന്ത്രിക മതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദേവതാ സങ്കല്പമാണ് ഗണപതി. ചൈനയിലും ടിബറ്റൻ മേഖലയിലും പുറത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന രീതിയിലും ഗണപതിയുടെ ബിംബരചനകൾ കാണാം. AD 6-ാം ശതകത്തിലാണെന്ന് കരുതപ്പെടുന്നു ഗണപതിയുടെ ബിംബം അഫ്ഗാനിസ്ഥാനിലെ ഗാർഡനസ് എന്ന സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ബിംബത്തിന്റെ ചുവട്ടിലുള്ള ലിഖിതം ഇപ്രകാരം പറയുന്നു: ഈ മഹനീയവും മനോഹരവുമായ മഹാവിനായക പ്രതിഷ്ഠ നടത്തിയത് മഹാനായ ഷാഹിഖിൻ ഗാല എന്ന പ്രസിദ്ധനായ ഷാഹി രാജാവാണ്. ഗാന്ധാര രീതിയിലുള്ള കലാപാടവമാണിത്. പുരാണ ഭട്ടാരക മഹാരാജാതിരാജനായിരിക്കുന്ന അദ്ദേഹം തന്റെ വാഴ്ചക്കാലത്ത് 8-ാം വർഷത്തിൽ ജ്യേഷ്ഠമാസത്തിൽ ശുക്ലപക്ഷ ത്രയോദശി തിഥിയിൽ വിശാഖ നക്ഷത്രവും സിംഹലഗ്നവുമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുരാതനമായി ഗാന്ധാര ദേശം എന്നറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ മഹാവിനായകർ എന്നായിരുന്നു ഗണപതി അറിയപ്പെട്ടിരുന്നത്. നേപ്പാളിൽ ഗണപതിയെ ഹേരമ്പൻ എന്ന ഭാവത്തിലാണ് ആരാധിക്കുന്നത്. 5 കരങ്ങളോടുകൂടിയ ഗണേശ രൂപത്തിന്റെ വാഹനം സിംഹമാണ്. മടിയിൽ വല്ലഭയുമുണ്ട്. ടിബറ്റൻ പ്രവിശ്യകളിൽ മഹാഗണപതിയായി തന്നെ ആരാധിക്കുന്നു. ദുർദേവതകളിൽ നിന്ന് രക്ഷിക്കുന്ന ശക്തനായിരിക്കുന്ന സംരക്ഷകനായി ഒരു വിഭാഗക്കാർ ഗണപതിയെ ആരാധിക്കുന്നുണ്ട്. ബുദ്ധക്ഷേത്രങ്ങളുടെ കവാടത്തിന്റെ മുകളിൽ ഗണപതിയുടെ വിഗ്രഹം കുത്തിവെക്കാറുണ്ട്. മംഗോളിയയിൽ 13-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമതത്തിന്റെ സഹായത്തോടുകൂടി ഗണപതി ആരാധന നടന്നിരുന്നു. ഈ ഗണപതിയുടെ വാഹനം എലിയിലും എലിയുടെ വായിൽ ചിന്താമണി എന്ന രത്ന കടിച്ചു പിടിച്ചിരിക്കുന്നതായും കാണാം. ശ്രീലങ്കയിൽ ഉള്ള ശിവക്ഷേത്രങ്ങളിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിട്ടും കാണാം. തായ്ലൻഡിൽ AD 2-ാം നൂറ്റാണ്ടിൽ ആരാധിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം 1969-ൽ കണ്ടെടുക്കുകയുണ്ടായി. ജാവ എന്ന സ്ഥലത്ത് AD 1-ാം നൂറ്റാണ്ടിൽ ആരാധിച്ചിരുന്ന 16-ൽ പരം ഗണേശ വിഗ്രഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ബർമയിൽ മഹാബി എന്ന നാമധേയത്തിലാണ് ഗണപതിയെ ആരാധിക്കുന്നത്. പഗാൻ എന്ന സ്ഥലത്ത് പത്മഗണപതി എന്ന നാമധേയത്തിലാണ് ആരാധന നടത്തുന്നത്. 4 കൈകളിൽ പരശു, ശംഖ്, ജപമാല, കടിബന്ധം എന്നിവയാണ് ആയുധങ്ങൾ. കംബോഡിയയിൽ AD 7-ാം നൂറ്റാണ്ടിൽ തുരോൾഫാക് കിങ്കഡൻ എന്ന സ്ഥലത്തു നിന്നും ആഭരണങ്ങൾ ഒന്നും തന്നെ അണിയാത്ത ഒരു ഗണപതി ബിംബം കണ്ടെടുക്കുകയുണ്ടായി. ആഫ്രിക്കയിൽ 30ഓളം ഗോത്രവർഗക്കാർ ഗണപതി ആരാധന നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ആസാമിലും വടക്ക് കിഴക്കൻ ഭാരത പ്രദേശങ്ങളിലും സൗരാഷ്ട്രം എന്ന ഗുജറാത്ത് പ്രദേശങ്ങളിലും ഗണപതിയെ ആനയൻ എന്നാണ് വിളിച്ച് ആരാധിക്കുന്നത്. പ്രാചീന കൃഷിക്കാർ കൃഷിയുടെ രക്ഷാർത്ഥം ഗണപതിയെ ആരാധിച്ചിരുന്നു. ഭാരതീയ ഹൈന്ദവ വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ജനത്തെയാണ് നമ്മൾ ഗാണപത്യർ എന്ന് പറയുന്നത്. ഇവരുടെ കുലദേവത ഗണപതിയാണ്. ഇവ വൈശ്യ വിഭാഗവുമാണ്. വടക്കൻ ഭാരതത്തിലെ ഒരു ഗോത്രവർഗമാണ് ആനവർ. ഇതും ഗണപതി ആരാധകർ തന്നെയാണ്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗണപതി ആരാധന, അതായത് ദേശകാല സമ്പ്രദായം അനുസരിച്ച് നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ വിവരിച്ചത്. ശങ്കരാചാര്യ ഭഗവത്പാദരുടെ പഞ്ചായതന വിദ്യ 9-ാം നൂറ്റാണ്ട് മുതൽ ഭാരതത്തിൽ പ്രചാരം നേടിയിട്ടുണ്ട്. ശൈവ, വൈഷ്ണവ, ശാക്തേയ, സൗര ഗണപത്യ സമ്പ്രദായമാണ് പഞ്ചായതന വിദ്യ. 5 ദേവതകളെ പൂജിക്കുന്നതാണ് പഞ്ചായതന വിദ്യ എന്നറിയപ്പെടുന്നത്. ഇതിൽ 5ഉം പ്രകൃതി ആരാധനയുടെ പഞ്ചഭൂത ആരാധനയുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ആരാധന ചെയ്യുന്ന ആൾ പുരുഷനും ദേവതകൾ പ്രകൃതിയുമാണ്. പ്രകൃതി പുരുഷ സംയോഗമാണ് പഞ്ചായതന വിദ്യയുടെ മർമ്മം എന്ന് പറയുന്നത്. ശിവൻ, വിഷ്ണു, ഭഗവതി അല്ലെങ്കിൽ ശക്തി, സൂര്യൻ, ഗണപതി ഇവയാണ് പഞ്ചായതന വിദ്യകളിലെ ദേവതമാർ. ഇതിൽ ഗണപതി ഭൂമിയുടെ പ്രതീകമാണ്. നിലത്ത് മെഴുകി നിവേദ്യം ചെയ്യലാണ് ഗണപതിയുടെ ആരാധനാ രീതി. ഇതിന് തേവാരം എന്നാണ് കേരളദേശത്ത് അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് തേവാരത്തിൽ സാകാര ബിംബങ്ങളും ആരാധിക്കാൻ തുടങ്ങി. ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് ഗണേശ സ്തുതിയോടുകൂടിയാണ്. നമുക്കെല്ലാം ഇതറിയാം. എല്ലാ ശാസ്ത്ര മേഖലകളിലും ഗണപതി സങ്കല്പത്തെ ദർശിക്കാൻ സാധിക്കും. 4-ാം നൂറ്റാണ്ടിൽ ഗാണപത്യർ എഴുതിയ ഉപപുരാണങ്ങളായ മുഗ്ദല പുരാണം, ഗണേശ പുരാണം ഇവയിൽ ഗണപതിയുടെ പ്രാകൃതമായ പല സാധനാ സമ്പ്രദായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. മുദ്ഗല പുരാണത്തിൽ ഗണപതിയുടെ 32 ഭാവങ്ങളെ പറയുന്നുണ്ട്. ഗണേശ പുരാണത്തിൽ ഗണപതിയുടെ 56 ഭാവങ്ങളെ
പരാമർശിക്കുന്നു. ഗണേശ ഗീത, ഗണേശാചാര ചന്ദ്രിക, ഭാർഗവ പുരാണം, ഹേരംബ ഉപനിഷത്ത് എന്നീ ഗ്രന്ഥങ്ങൾ ഗണേശ ആരാധനയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇത് ഗാണപത്യരുടെ സംഭാവനയാണ്. ഇനി ധാരാളം താന്ത്രിക ഗ്രന്ഥങ്ങളിൽ അഗ്നിപുരാണം, അംഗീരസ് പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ഭവിഷ്യ പുരാണം, ഗണേശ പുരാണം, ഇങ്ങനെ അനേക പുരാണങ്ങളില് നാരായണ ഉപനിഷത്ത് തുടങ്ങി എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളിലും ഗണപതി സങ്കല്പത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഗ്രന്ഥം പോലും ഗണപതിയെ പരാമർശിക്കാതെ ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഇനി ചതുർവേദങ്ങളിലും യാമളങ്ങളിലും ദർശന ഗ്രന്ഥങ്ങളിലും ഉപവേദങ്ങളിലും എന്ന് വേണ്ട ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഗണപതിയെ പരാമർശിക്കുന്നുണ്ട്. ഇനി ആനന്ദതീർത്ഥന്റെ ശങ്കരവിജയം എന്ന ഗ്രന്ഥത്തിൽ ഗണപതിക്ക് 6 പ്രതിരൂപങ്ങൾ ഉണ്ടെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അവ മഹാഗണപതി, നവനീത ഗണപതി, സ്വർണ ഗണപതി, ഹരിദ്ര ഗണപതി, ഉന്മാദ ഉത്തിഷ്ട ഗണപതി, സനാതന ഗണപതി എന്നിവയാണത്. ഇതിൽ ഗണപതിയെ ലോകപരിപാലനം ചെയ്യുന്ന ദേവനായിട്ടാണ് കാണുന്നത്. ഇതിൽ ഒരു അധ്യായത്തിൽ ശക്തിപൂജ ഗണേശ പൂജയുമായിട്ട് ബന്ധിപ്പിച്ച് കാണുന്നുണ്ട്. എല്ലാ ദേവന്മാരുടെയും മൂലചൈതന്യം ഗണപതി എന്നീ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു. കൂർമ്മമാണ് ഗണപതിയുടെ വാഹനമായിട്ട് ഇതിൽ പറയപ്പെടുന്നത്. അപ്പോ വിനായകോ വിഘ്നരാജ വൈമാതുര ഗണാധിപ എന്ന് വിനായകനായിട്ടും വിഘ്നരാജനായിട്ടും പറഞ്ഞിട്ടാണ് എല്ലാം, അതായത് 2 മാതാക്കൾ ഉള്ളവനെന്ന അർത്ഥം. ദ്വൈമാതുരന് ആദ്യം ഹസ്തിനി വേഷം ധരിച്ചവളും പിന്നീട് ആ വേഷത്തെ ഉപേക്ഷിച്ച് സ്വവേഷം പുലുകിയതുമായിട്ടുള്ള പാർവതിയുടെ പുത്രൻ എന്നാണ് വ്യാഖ്യാനം. ഗംഗാ പാർവതിമാരിൽ ലാളിക്കപ്പെട്ടതുകൊണ്ട് ഗണപതിക്ക് ദ്വൈമാതുരൻ എന്ന പേര് സിദ്ധിച്ചു എന്ന് പറയപ്പെടുന്നു. ഗണപതിക്ക് ഹേരംബൻ എന്നൊരു പേരുണ്ട്. ഇതിൽ ഹേ എന്ന ശബ്ദത്തിന് അശക്തി എന്നും രംഭ എന്ന പദത്തിന് രക്ഷകനും എന്നാണ് അർത്ഥം. ഹേരംബ എന്ന ശബ്ദത്തിന് എപ്പോഴും ശിവ സമീപത്തിൽ സ്ഥിതി ചെയ്യുന്നെന്ന് അർത്ഥമുണ്ട്. ഏകദന്തൻ എന്ന് പറഞ്ഞാൽ ഏക ശബ്ദം സർവേശ്വരത്തെയും, ദന്ത എന്ന പദം ശക്തിയെയും കുറിക്കുന്നു. ഇത് കാശ്മീർ ശൈവതന്ത്രത്തിലെ തന്ത്രാലോകം പറയുന്നതാണ്. ഗജാനൻ എന്ന പദം ഉത്തരേന്ത്യയിൽ സാർവത്രികമായിട്ട് ഉപയോഗിച്ചു കാണുന്നു. ഗജത്തിന്റെ മുഖത്തോട് കൂടിയവൻ. ആനയ്ക്ക് ഗജം എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? ഗജ എന്നാൽ മതിക്കുന്നത് എന്നർത്ഥം. ഗജമദനെ എന്ന് നിരുക്തം പറയുന്നു. മതം എന്നാൽ രാഗവിശേഷ വികാരങ്ങളെയാണ് പറയപ്പെടുന്നത്. വിശേഷത്വമുള്ള മനോവികാരങ്ങളെ, ജീവജാലങ്ങളെ നയിക്കുന്നത്, എല്ലാറ്റിനെയും നയിക്കുന്നവൻ, ശബ്ദത്തിൽ നിന്ന് ജാതനായവൻ എന്നിങ്ങനെ അനേക അർത്ഥങ്ങൾ ഗജശബ്ദത്തിനുണ്ട്. യോഗികൾ സമാധി കൊണ്ട് എത്തുന്നിടം എന്ന ഗകാരത്തിനർത്ഥം ബിംബത്തിൽ നിന്ന് പ്രതിബിംബം പോലെ ഏതിൽ നിന്ന് പ്രാണാത്മകമായിരിക്കുന്ന ജഗത്ത് ഉണ്ടാക്കുന്നു അതിന് ജകാരം എന്ന് പറയുന്നു. ഇത് രണ്ടും ചേർന്ന് ഗജം. ആദിയിലെ പ്രളയം ഗകാരവും പിന്നീടുണ്ടായ സൃഷ്ടി ജകാരവും, അങ്ങനെ നമുക്ക് കണക്കാക്കണം. അപ്പോ സമാധിനാ യോഗിനോ എത്ര ഗച്ഛന്തിക യസ്മാത് ബിംബ പ്രതിബിംബവത്തോ പ്രണവാത്മകം ജഗജ്ജായത ഇതി ജകാര ഗച്ഛാ സൗ ജച്ഛ ഇതി ഗജഹ. അപ്പോ എന്താണ് ഇത്? ഏറ്റവും ഉയർന്ന ഒരു ഉപനിഷത്ത് വാക്യമാണിത്. നിവൃത്തി മാർഗസ്ഥങ്ങളായ എല്ലാ ജീവാത്മാക്കളും പ്രളയകാലത്തെ ഗണപതിയിലൂടെയാണ് ശിവനിൽ ലയിക്കുന്നത് എന്ന് പറയാറുണ്ട്. ശിവമഹാപുരാണത്തിൽ കൈലാസം എന്ന വ്യാഖ്യാനത്തിൽ ശിവൻ തന്നെയാണ് ഗണപതി എന്ന് പറയുന്നു. സഹസ്രാരസ്ഥിതനായ പരമശിവൻ മൂലാധാരം എന്ന ബോധമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്നും ജീവരാശികളെ മോക്ഷമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഗണപതിയായിട്ട് അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിൽ തന്നെ ഗണപതിയുടെ ഉത്ഭവകഥ ഓരോ കൽപ്പത്തിലും ഓരോ വിധമായിട്ട് ആണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഐതരേയ ബ്രാഹ്മണത്തിൽ ഗണപതി എന്ന ദേവന് ബ്രഹ്മാവിന്റെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ജ്ഞാന മോക്ഷാധികാരിയാണ് ഗണപതി എന്നും ശ്രീകൃഷ്ണന്റെ മുൻജന്മം ഗണപതിയിലായിരുന്നുവെന്നും ഇതിൽ പറയുന്നു. തന്ത്രശാസ്ത്രത്തിലെ ജ്ഞാനാർണവം എന്ന ആ ഗ്രന്ഥത്തിൽ ഒരു വ്യാഖ്യാനത്തിൽ ഗണപതി എന്ന ദേവന് അഹം എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അഹം എന്നാൽ അകാരം മുതൽ ഹകാരം വരെ, അല്ലെ? ള, ക്ഷ എന്നീ അക്ഷരങ്ങൾ കൂട്ടാറില്ല. ഹല എന്ന ശബ്ദം പ്രത്യാഹാര ശാസ്ത്രത്തിൽ ഹകാരത്തിന്റെയും ഹയ വരട് എന്ന സൂത്രം ആരംഭിച്ച ഹല എന്ന സൂത്രത്തിലെ സംജ്ഞകമായിരിക്കുന്ന ലകാരത്തിന്റെ മധ്യയുള്ള സമസ്ത വർണ്ണങ്ങളുടെയും ഗ്രാഹകമായി എങ്ങനെ ഭവിക്കുന്നുവോ അതുപോലെ അഹ എന്ന ശബ്ദം പഞ്ചശ വർണ്ണത്തിൽ ആദിഭൂതനായിരിക്കുന്ന അകാരത്തിന്റെയും അവസാനമായിരിക്കുന്ന ഹകാരത്തിന്റെയും തന്മധ്യയുള്ള വർണ്ണങ്ങളുടെ ഗ്രാഹകമാകുന്നു എന്ന് പറയുന്നു. ലകാരത്തിൽ അന്തർഭൂതവും ക്ഷകാരം കകാക്ഷരത്തിൽ സംയോഗമായതിനാൽ അവയും അഹശബ്ദത്തിൽ പൃഥുത്വേന പ്രസരണമാണ്.
ആണ്. ഈ പഞ്ച ഷഡ്വർണ്ണങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് സമഷ്ടിയായ ബ്രഹ്മാണ്ടത്തിന്റെ വാചകം അഹം ശബ്ദവും വൃഷ്ടികളായിരിക്കുന്ന അനന്ത പിണ്ടാണ്ടങ്ങളുടെ വാചക ശബ്ദങ്ങൾ പഞ്ചശദ്വ വർണ്ണങ്ങളുമാകുന്നു. വിശ്വം മുഴുവൻ അഹന്താമയമാണ് എന്ന് നമുക്കറിയാം. ഈ അഹന്താമയമായിരിക്കുന്ന വ്യാപനശീലമുള്ള ഗണപതി അഹമിതി സർവാഭിധാനം എന്ന ഐതരേയ ഉപനിഷത്ത്. കാരണം ചാന്തോക്യോപനിഷത്തിലും ഇത് പറയുന്നുണ്ട്, ഗണേശ ഉപനിഷത്തിലും പറയുന്നുണ്ട്. അഹം രുദ്രേഭി എന്ന് തുടങ്ങുന്ന ആംബ്രേണി സൂക്തത്തിൽ രുദ്രൻ എന്ന പരംബോധം താൻ തന്നെയാണെന്ന് പറയുന്നു. ഇതിൽ ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന ചിന്തയാണ് ഗണപതി എന്നും പറയുന്നു. എന്ത് പറഞ്ഞാലും മനുഷ്യ മനസ്സ് സൃഷ്ടിക്കുന്ന ഓരോ വികാരങ്ങളും ഓരോ ചിന്തകളും ഗണപതി സങ്കല്പം തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് വേദങ്ങൾ. അക്ഷരഗണങ്ങളുടെ അധിപതിയായിരിക്കുന്ന ഗണപതി ബ്രഹ്മണസ്പതിയാണ് എന്ന് പാശ്ചാത്യ പണ്ഡിതനായിരിക്കുന്ന മൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രചണ്ഡമായിരിക്കുന്ന കാലശക്തിയുടെ ഉജ്ജ്വലമായ പ്രതീകമാണ് ഗണപതി കൽപ്പന. മനുഷ്യാതീതമായ ഭാവമാണ് ഗണപതി ജ്ഞാനത്തിലൂടെ കൈവരുന്നതെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പരശുരാമ കൽപ്പസൂത്രം എന്ന ഗ്രന്ഥത്തിൽ മൂലാധാരത്തിൽ നിന്നും ഉത്ഭൂതമായി പ്രചണ്ഡ ശക്തിയായി പ്രവഹിക്കുന്ന ഗണേശ ശക്തിയെ പ്രാണവായുവിനെ നിയന്ത്രിച്ച് മനസ്സിനെ പ്രാണവായുവിൽ കേന്ദ്രീകരിച്ച് ഉപാസനാദി കാര്യങ്ങളിൽ വിഘ്നം വരുത്താതെ ബലവും ശക്തിയും നൽകണമെന്ന് ഗണപതി ചൈതന്യത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതിൽ കാലശക്തിയുടെ പ്രചണ്ഡ ഭാവമാണ് ഗണപതി എന്ന് പറയുന്നു. ഇനി പ്രാണശക്തി തന്നെയാണ് ഗണപതി എന്ന് പല യോഗസൂത്രകാരികളും പറയുന്നുണ്ട്. ദശപ്രാണന്മാരുടെ പ്രതീകമാണ് ദശ ഗണേശന്മാരായിട്ട് പറയുന്നു. അതിൽ ഏകാക്ഷര ഗണപതി പ്രാണനും, ദ്വക്ഷര ഗണപതി അപാനനും, വല്ലഭ ഗണപതി വ്യാനൻ, ചതുരക്ഷര ഗണപതി ഉദാനൻ, മഹാഗണപതി സമാനൻ, വീരഗണപതി നാഗൻ, വശ്യഗണപതി കൃകൻ, ക്ഷിപ്രഗണപതി കൂർമൻ, ഹരിദ്ര ഗണപതി ദേവദത്തൻ, സിംഹഗണപതി ധനഞ്ജയൻ. ഈ പ്രാണശക്തികളെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബോധതലം വികസിച്ച് ഉണ്മയായിരിക്കുന്ന ശാന്തഭാവത്തിലേക്ക് കടന്ന് അനവസ്ഥ എന്ന തലത്തെ പ്രാപിക്കുന്നത്. ശിവനിൽ നിന്നാണ് യോഗ പദ്ധതിയും ഭോഗപദ്ധതിയും ഗണപതി ഗ്രഹിച്ചതെന്ന് ഗായത്രി തന്ത്രം പറയുന്നുണ്ട്. ഗണപതി ആദ്യമായി തന്ത്രത്തിന്റെ ഉപദേശം കൊടുത്തത് സിദ്ധന്മാർ എന്ന ദേവവിഭാഗത്തിനാണെന്ന് തിരുമൂലർ പറയുന്നുണ്ട്. അപ്പോ കാശ്മീര ശൈവ ദർശനങ്ങളിലെ ക്രമദർശനത്തിൽ പറയുന്നു, നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെന്നും അതിൽ 12 ശക്തി ദേവതകളായിരിക്കുന്ന കാളിമാർ വസിക്കുന്നുണ്ടെന്നും ഈ ശരീരം നിലനിർത്തുന്നത് ശ്വാസ നിയന്ത്രണത്തിലൂടെയാണെന്നും ഇത് വിഷുവം എന്ന അവസ്ഥ കൊണ്ട് അറിയേണ്ടതാണെന്നും ഈ വിഷുവം എന്ന അവസ്ഥയാണ് നമ്മളെ ഗണപതിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിലെ പ്രാണവായു ഗണേശനായും അപാനവായു വടുകനായും പറയപ്പെടുന്നുണ്ട്. അഭിനവ ഗുപ്തപാദരുടെ ദേഹസ്ഥ ദേവതാ സ്തോത്രത്തിൽ ഈ അവസ്ഥ വളരെ വിശദമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഗണേശന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയുമൊക്കെ വിശേഷമുള്ള ഗണപതി ചൈതന്യത്തിന്റെ ഉൽപ്പത്തി പല കഥകളായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാലും 1-2 പുരാണങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായി മത്സ്യപുരാണം പറയുന്നത് എന്താണ്? ഒരിക്കൽ പാർവതി ദേവി കുളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്റെ ശരീരത്തിൽ പറ്റിയിരുന്ന മണ്ണ് ഉരുട്ടിയെടുത്ത് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി. ദൃഷ്ടി കൊണ്ട് ആ രൂപത്തിന് ജീവൻ നൽകി തന്റെ സംരക്ഷണ ചുമതല ആ കുട്ടിയെ ഏൽപ്പിച്ചു. തന്റെ പുരത്തിലേക്ക് വെളിയിൽ നിന്നും ആര് വന്നാലും കടത്തി വിടരുത് എന്ന നിർദ്ദേശവും നൽകി. മാനസസരസിലെ പാർവതിയുടെ സ്നാന സമയത്ത് പരമശിവൻ അവിടെ എത്തുകയും പാർവതിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ കുട്ടി അതിന് അനുവദിച്ചില്ല. ശിവനും കുട്ടിയും തമ്മിൽ യുദ്ധമുണ്ടാകുകയും യുദ്ധത്തിൽ ശിവൻ കുട്ടിയുടെ ശിരസ് ഖണ്ഡിക്കുകയും ചെയ്തു. ഈ സമയം കുളി കഴിഞ്ഞെത്തിയ പാർവതി ശിരസില്ലാത്ത കുട്ടിയെ കണ്ട് അതീവ ദുഃഖിതയാകുകയും പരമശിവനോട് പരിഹാരം തേടുകയും ചെയ്തു. പരിഹാരാർത്ഥമായി പരമശിവന്റെ നിർദ്ദേശപ്രകാരം ദേവഗണങ്ങൾ ഉത്തരഭാഗത്തേക്ക് ഗമിക്കുകയും ആദ്യ ശബ്ദം കേൾക്കുന്ന ജീവിയുടെ ശിരസ് കൊണ്ടുവന്ന ഉടലിനോട് ചേർത്ത് ജീവൻ കൊടുക്കുകയും ചെയ്തു. ദേവഗണങ്ങൾ ആദ്യം കണ്ട ജീവി ആനയായിരുന്നത്രേ. ഇങ്ങനെ ഗജാനൻ ഉണ്ടായി. ഇവിടെ ദ്വിജത്വം നേടിയ ആ കുട്ടിയെ പരമശിവൻ മകനായി സ്വീകരിക്കുകയും ചെയ്തു. പ്രപഞ്ച സംവിധാനത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് അധികാരിയായി ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ യോഗപരമായി ചിന്തിച്ചാൽ മൂലാധാരസ്ഥിതനായിരിക്കുന്ന ഗണപതി പൃഥ്വി തത്വം തന്നെയാണ്, പ്രകൃതി തന്നെയാണ് പാർവതി, അല്ലെ? ഈ പാർവതിയുടെ ശരീരത്തിലെ ബാഹ്യാവരണമാണ് മണ്ണ് എന്ന് പറയുന്നത്. മണ്ണ് കുഴച്ചാണ് ഈ കുട്ടിയെ ഭഗവതി സൃഷ്ടിച്ചത്. മണ്ണ് ഭൂമിയുടെ പ്രതീകമാണ്. ഇവിടെ അഹന്തയുടെ പ്രതീകമായി കുട്ടിയെ കാണണം. ഈ അഹന്തയുടെ മേൽ അഹംബോധമായിരിക്കുന്ന ശിവൻ വിജയം നേടുന്നു. കാപാലികന്മാർ തുടങ്ങിയ ചില താന്ത്രിക മതക്കാർ ഈ കുട്ടിയെ വടുക ഭൈരവൻ എന്നാണ് വിളിക്കുന്നത്. ജീവൻ മുക്തനാണ് ഭൈരവൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാധകനിൽ ആദ്യം ഉണ്ടാകുന്ന അഹങ്കാരത്തെ അഹംഭാവം എന്ന ഈശ്വരൻ ജയിച്ച്
അതിസൂക്ഷ്മ തലത്തിലേക്ക് അവനെ കൊണ്ടുപോയി മുക്തി പ്രാപിക്കുന്ന അവസ്ഥയാണ് ഈ കഥയിലൂടെ നമുക്ക് ദർശിക്കാനാകുന്നത്. ഇനി വരാഹപുരാണം എന്താണ് ശിവൻ ഗണപതിയുടെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. ശിവന്റെ ലലാട നേത്രത്തിൽ നിന്നും ഗണപതി ഉണ്ടായതായിട്ടാണ് വരാഹപുരാണം പറയുന്നത്. ലലാട നേത്രം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഗ്നിയുടെ പ്രതീകമാണ് അല്ലേ. അപ്പൊ ജ്ഞാനയാത്ര ജ്ഞേയങ്ങളാകുന്ന കുലത്തിന്റെ ജനനമത്രേ ഗണപതി സൃഷ്ടി എന്ന് പറയുന്നത്. ഈ പുരാണത്തിൽ തന്നെ മറ്റൊരു കഥ പറയുന്നുണ്ട്. ശിവന്റെ നിർദ്ദേശപ്രകാരം വിഷ്ണു വ്രതമാചരിച്ച് പാർവതിക്ക് മകനായി ജനിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ മകനാണ് ഗണപതി. അപ്പൊ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഈ കുട്ടിയെ കാണാൻ വന്നു, എന്നാൽ ശനി മാത്രം വന്നില്ല. ഇതിൽ പാർവതി ദേവി ക്രുദ്ധയാകുകയും ശനിയോട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. ശനി കുട്ടിയെ കാണാൻ വരികയും ദർശനമാത്രയിൽ തന്നെ കുട്ടിയുടെ ശിരസ് തെറിച്ചു പോവുകയും ചെയ്തു. പാർവതി ദേവി ഇത് കണ്ട് ദുഃഖിതയായി ശിവനോട് പരിഹാരം ആരാഞ്ഞു. ദേവന്മാർ പാർവതി ദേവിയുടെ ദുഃഖം മാറ്റുവാനായി വനത്തിലേക്ക് പോയി ഒരാനയുടെ ശിരസ് കൊണ്ടുവരികയും ഉടലിൽ ചേർത്ത് വെച്ച് ശിവൻ ജീവൻ നൽകുകയും ചെയ്തു എന്ന കഥ. ഗജമുഖൻ എന്ന പേര് ഈ ഭഗവാന് ലഭിച്ചു. പുണ്യസ്ഥാനം നൽകി അദ്ദേഹത്തെ ആരാധിക്കാനായിട്ട് ശിവൻ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു എന്ന് വരാഹപുരാണം പറയുന്നു. ഇനി സ്കാന്ദപുരാണം എന്താണ് പറയുന്നത്? ഒരിക്കൽ പാർവതി ദേവി ശ്രീകൈലാസത്ത് ചിത്രശാല കണ്ട് ആസ്വദിക്കുകയായിരുന്നുവെന്നും ശബ്ദബ്രഹ്മത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഓംകാരം ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുള്ള ചിത്രങ്ങൾക്കടുത്തെത്തിയപ്പോൾ മനോജ്ഞമായിരിക്കുന്ന സൗന്ദര്യം ആ ചിത്രത്തിന് അനുഭവപ്പെടുകയും ശ്രീ പാർവതി ദേവി അതിലേക്ക് തന്നെ തന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും അപ്പോൾ ശ്രദ്ധയിൽ നിന്നും പ്രണവസ്വരൂപനായിരിക്കുന്ന ഒരു ജീവൻ ആവിർഭവിക്കുകയും അതിന് ഗണപതി എന്നുള്ള നാമധേയം ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇവിടെ പ്രണവം നാദവും ഗണപതി അതിന്റെ രൂപവുമാണ്. ഒരു നാദത്തിന് ഒരു രൂപം ഉണ്ടാവും, ഉറപ്പാണ് അല്ലെ. നാദം ശബ്ദബ്രഹ്മവും രൂപം ബിന്ദുവുമാണ്. ഇതിന്റെ സാമരസ്യമാണ് ശ്രീ പാർവതിയുടെ ശ്രദ്ധ അഥവാ ദൃഷ്ടി എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മയാമളം പറയുന്നു, ഒരിക്കൽ ബ്രഹ്മസൃഷ്ടിയിൽ പൂർണ്ണതകൾ ഉള്ള കാലമാണ്. ബ്രഹ്മാണ്ടം നിറഞ്ഞ് ജീവികൾ ഉണ്ടായി. യാതൊരുവിധ വിഘ്നങ്ങളും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇവയിൽ അഹന്തയുണ്ടാകും. അതിനെ ശമിപ്പിക്കുവാൻ വേണ്ടി ദേവലോകത്തുനിന്ന് ദേവന്മാർ ആലോചിച്ചതിൻ പ്രകാരം ജീവികളിൽ വിഘ്നം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ജീവിത വിഘ്നം തീർക്കാൻ വേണ്ടി ഗണപതി ജീവലോകത്ത് പ്രത്യക്ഷപ്പെട്ട ജീവികൾക്ക് അനുഗ്രഹം നൽകിയെന്നും വിഘ്ന നിവാരണം നടത്തിയെന്നും പറയപ്പെടുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഗണപതി എന്നുള്ള സങ്കല്പം പ്രപഞ്ചോൽപത്തി മുതൽ ഉണ്ടെന്നും പ്രപഞ്ചാവസാനം വരെ ഉണ്ടാകുമെന്നുമുള്ളതാണ്. താരകാസുര വധത്തിനായി സുബ്രഹ്മണ്യനെ ദേവസേനാപതിയായി ഇന്ദ്രൻ അഭിഷേകം ചെയ്യാൻ തുടങ്ങവേ ആദ്യം ഗണപതിയെ പൂജിക്കാത്തത് കൊണ്ട് കൈകൾ സ്തംഭിച്ചു പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ലളിതോപാഖ്യാനത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ശാക്തേയ സിദ്ധാന്തധാരയാകുന്ന ശ്രീവിദ്യാ സാധന പ്രകരണത്തിലെ പ്രധാന ദേവതയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ ചരിത്രം സവിസ്തരം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ലളിതോപാഖ്യാനം. ഇതിൽ ഗണേശോത്ഭവമായ കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭണ്ഡാസുരന്റെ ആജ്ഞപ്രകാരം വിശ്വപുരൻ ഗജാസുര നിർമ്മിതമായ ജയ വിഘ്നയന്ത്രം എന്ന യന്ത്രം യുദ്ധസങ്കേതത്തിൽ പ്രയോഗിച്ചുവെന്നും അരക്കാതം നീളവും അത്രയും തന്നെ വിസ്താരവുമുണ്ട് ഈ യന്ത്രത്തിനെന്നും പറയപ്പെടുന്നു. ഇത് പ്രയോഗിച്ചപ്പോൾ ലളിതാദേവിയുടെ സൈന്യത്തിലെ പല യോദ്ധാക്കൾക്കും പലതരത്തിലുള്ള ദുർഘടങ്ങൾ വന്നു ചേർന്നു. ദേവീ സൈന്യത്തിൽ പടയാളികൾ ചിലർ ദൈന്യമനസ്കരായി, ചിലർ അലസന്മാരായി, ചിലർ ശത്രുക്കളിൽ കൃപാലുക്കളായി, ചിലർ ഉറക്കം നടിച്ചു. ഇങ്ങനെയായപ്പോൾ ലളിതാദേവിയുടെ സൈന്യം യുദ്ധം ചെയ്യാതെയായി. എന്നാൽ മന്ത്രിണിയായ മാതങ്കിയും ദണ്ഡിനിയായ വാരാഹിക്കും ഈ യന്ത്രം ഫലിച്ചില്ല. അവർ ലളിതാ പരമേശ്വരിയുടെ യുദ്ധകാര്യങ്ങൾ വിശദീകരിക്കുകയും അതിനൊരു പോംവഴി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം കാമേശ്വരിയായിരിക്കുന്ന ലളിതാദേവി കാമേശ്വരനായിരിക്കുന്ന ആനന്ദ ഭൈരവന്റെ മുഖത്തേക്ക് മന്ദസ്മിതത്തോട് നോക്കിയപ്പോൾ ദേവിയുടെ കവിളിൽ നിന്നും മദജലത്തോടും ഗജമുഖത്തോടും കൂടി ഒരു ദേവൻ അവതരിച്ചു എന്നും ആ ദേവനെ ആനയുടെ മുഖത്തോടും ഉടവയറോടും ഇടത് കൈയിൽ വല്ലഭയും ശരീരം മനുഷ്യാകൃതിയിലും കാണപ്പെട്ടു. ജനിച്ച ഉടനെ തന്നെ തന്റെ കൃത്യം എന്താണെന്ന് മാതാപിതാക്കളോട് ഗണപതി ചോദിച്ചു. ഗജാസുര നിർമ്മിതമായിരിക്കുന്ന ജയവിഘ്നയന്ത്രം തകർത്ത ഗജാസുര വധമാണ് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മമെന്ന പാർവതി ദേവി പറയുകയാണ്. അതിനായി ശിവൻ തന്നിൽ നിന്നും അഹംഭാവത്തെയും പുരിയഷ്ടകങ്ങളെയും ഗണപതിയിൽ സന്നിവേശിപ്പിച്ചു. പുരിയഷ്ടകങ്ങൾ ഒരു ഗണമാകയാൽ ഗണപതി എന്നറിയപ്പെട്ടു. മിഥുന സങ്കല്പത്തിലാണ് ഈ ദേവൻ അവതരിച്ചത്. അതിനാൽ ബീജഗണപതി എന്ന് ഈ ദേവൻ അറിയപ്പെടുന്നു. പരമമായ സ്വാതന്ത്ര്യമാണ് ബീജഗണപതിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ലളിതാ ത്രിപുരസുന്ദരിയുടെ ആജ്ഞപ്രകാരം യുദ്ധസങ്കേതത്തിൽ വന്യപ്രാകാരത്തിൽ അടുത്ത് സ്ഥാപിച്ച ജയവിഘ്നശില സ്വന്തം ദന്തം കൊണ്ട് പൊടിപ്പൊടിയായിട്ട് അദ്ദേഹം എറിഞ്ഞു കളയുകയാണ് ഉണ്ടായത്. ഈ യന്ത്രത്തിൽ
അതിദേവതകളാണ് അലസ, കൃപണ, ദീന, നിദ്ര, തന്ത്ര, പ്രമീള, ക്ലീബ, നിരഹങ്കാര എന്നീ 8 നീചമൂർത്തികള്. ഇവരെ എല്ലാം തന്നെ ആകാശത്തിലേക്ക് ഗണപതി വലിച്ചെറിയുകയുണ്ടായി. ആമോദൻ, പ്രമോദൻ, സുമുഖൻ, ദുർമുഖൻ, വിഘ്നൻ, വിഘ്നകർത്താവ് എന്നീ 6 സേനാ നായകന്മാരോട് കൂടിയാണ് ഗണപതി വിശുക്ര സേനയെ ആക്രമിച്ചത്. വിശുക്രന് 30 അക്ഷൗണി പടകളാണുള്ളത്. വിനായക സേനയ്ക്ക് ബലം പോരെന്ന് തോന്നിയപ്പോൾ ഗണപതി അത്യുച്ചത്തിലുള്ള ശബ്ദങ്ങൾ കൊണ്ട് അനവധി ഗജമുഖന്മാരെ വീണ്ടും സൃഷ്ടിച്ചു. അപ്പോൾ വിശുക്ര സേനയിലെ അഗ്രജനായിരിക്കുന്ന ഗജാസുരൻ തന്റെ സേനയോടുകൂടി ഗണപതി സേനയെ നേരിട്ടു. ഗണപതി തന്റെ 7 അക്ഷൗണി പടകളോടുകൂടി ഗജാസുരനോട് യുദ്ധം ചെയ്യുകയും ആ രാത്രി ഗജാസുര സൈന്യത്തെ തോൽപ്പിച്ച് ഗജാസുരനെ വധിക്കുകയും ചെയ്യുന്നു. അജ്ഞാനമാകുന്ന ഗജാസുരനെ ജ്ഞാനമാകുന്ന ഗണപതി വിമർശമാകുന്ന രാത്രിയിൽ വധിക്കുന്നു. ഇതിൽ സന്തുഷ്ടയായിരിക്കുന്ന ലളിതാ പരമേശ്വരി തന്റെ മകനായ ഗണപതിക്ക് സർവ പൂജ്യത്വ പദവി നൽകി എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയായി അവരോധിച്ചു. ശ്രീവിദ്യാ ഗണപതി, ഇതിന് നമ്മൾ വാഞ്ചകൽപ ഗണപതി എന്ന് പേരുണ്ട്. എന്ത് ചോദിച്ചാലും കൽപ്പവൃക്ഷം പോലെ ആ സാധകനെ രക്ഷിക്കുന്ന ഗണപതിയാണ് വാഞ്ചകൽപ്പലത ഗണപതി എന്ന് പറയുന്നത്. അഹങ്കാരത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട പുരിയഷ്ടകത്തിന് ഞാനെന്ന പരിമിത ഭാവം ഉണ്ടാകുന്നു. നമുക്കറിയാം, വ്യക്തി വിശാല താല്പര്യം വിസ്മരിച്ച് സങ്കുചിത മനസ്കനാകുന്നു. ഈ അവസ്ഥയിൽ വ്യക്തിക്ക് ചിലതോ പലതോ ആയ പ്രതിബന്ധങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ വന്നു ചേരും. ജീവാത്മാവിനെ ഈ ദുർഘട സ്ഥിതിയിൽ നിന്ന് രക്ഷിക്കാൻ പരാശക്തിയുടെ മന്ദഹാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിർഗുണനായിരിക്കുന്ന കാമേശ്വരനെ നോക്കി സഗുണയായിരിക്കുന്ന പരാശക്തി പൊഴിച്ച മന്ദഹാസത്തിൽ നിന്നുമാണ് ഗണപതിയുടെ ജനനം. ഇവിടെ പരാശക്തിയുടെ മന്ദഹാസം ആനന്ദത്തിന്റെ പ്രഥമ ചലനമാണ്. ഇത് തന്നെയാണ് സൃഷ്ടിതത്വം എന്ന് പറയുന്നത്. ഒരു കൃത്യത്തിന് വേണ്ടി ജനിച്ചതായതുകൊണ്ട് ഈ ഗണപതി ബീജഗണപതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബീജം എന്ന വാക്കിന് കാര്യരൂപേണ വിശേഷേണ ജനിക്കുന്നത് എന്നർത്ഥമുണ്ട്. സത്വരൂപേണ ഗർഭാശയത്തെ പ്രാപിക്കുന്നതെന്ന് അർത്ഥമുണ്ട്. വിശിഷ്ടമായിരിക്കുന്ന, അതായത് ഈംകാരം, ഈ ലക്ഷ്മിയുടെ ജനനത്തിന് കാരണഭൂതം എന്നൊക്കെ തന്നെ നമുക്ക് അർത്ഥം എടുക്കാം. ഈ ബീജഗണപതി ചെമ്പരത്തിപ്പൂവിന്റെ പാടല വർണ്ണത്തെ കവർന്നെടുത്ത ദേഹകാന്തിയോട് കൂടിയവനും മാതളപ്പഴം, ഗദ, കരിമ്പ് വില്ല്, ത്രിശൂലം, ചക്രം, താമരമുട്ട, പാശം, നീലോൽപ്പലം, നെൽക്കതിർ, സ്വദന്തം എന്നീ ആയുധങ്ങൾ 10 കയ്യിൽ ധരിച്ച സിദ്ധലക്ഷ്മി എന്ന ഭാര്യയാൽ ആലിംഗനം ചെയ്തിരിക്കുന്ന ഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രകടമായിരിക്കുന്ന രൂപം. ഈ 10 കരങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കൂടിയതാണ്. യോഗമാർഗത്തിൽ ധ്യാനത്തിന്റെ 10 അവസ്ഥകളെയും ഈ 10 കരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ദശപ്രാണന്മാരുടെ പ്രതീകമാണ് ഈ 10 കരങ്ങളെന്ന് ഗണേശ രഹസ്യം പറയുന്നുണ്ട്. ഒരാനയുടെ രൂപാന്തര പ്രാപ്തിയിലും 10 എന്ന സംഖ്യയ്ക്കും വലിയ സ്ഥാനമുണ്ട്. ആനകൾ 10 വയസ്സിൽ പ്രായപൂർത്തി കൈവരിക്കുമെന്ന് മാതംഗലീല പറയുന്നുണ്ട്. 1 മുതൽ 10 വയസ്സുള്ള ആനകൾക്ക് ക്രമത്തിൽ ബാലൻ, പശുക, ഉപസർപ്പം, ബർബരം, കളഭം, നൈകരികം, യുവാവ്, മജ്ജനം, ദന്താരുണൻ, വീക്കം എന്നിവയാണ് പേരുകൾ. ഈ ആയുധങ്ങളുടെ തത്വാർത്ഥത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ബീജാപൂരം എന്ന് പറഞ്ഞാൽ മാതളപ്പഴം, അതായത് ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞത് എന്നർത്ഥമാണ്. ഈ ഫലങ്ങൾ എന്നാൽ പക്വമായ മനസ്സെന്നാണ് അർത്ഥം. നിഷ്പാദിപ്പിക്കപ്പെട്ട, അതായത് സാധിക്കപ്പെട്ട ബോധതലത്തെ പ്രദാനം ചെയ്യുന്ന ആൾ എന്ന അർത്ഥം എടുക്കണം. ഒരു വ്യക്തിയിൽ മനസ്സ് പക്വമായാൽ അവനിൽ സാധിക്കേണ്ടത് മോക്ഷമാർഗമാണ്, അല്ലെ? അതിനെ സാധിപ്പിച്ചു തരുന്നതിന്റെ പ്രതീകമായിട്ട് ബീജാപൂരത്തെ കാണണം. ദശപ്രാണന്മാരിൽ പ്രാണന്റെ പ്രതീകവും യോഗമാർഗത്തിലെ അഹം എന്നതിന്റെ പ്രതീകവും കർമ്മേന്ദ്രിയങ്ങളിലെ വാക്കെന്നതിന്റെ പ്രതീകവും ബീജാപൂരത്തെ കണക്കാക്കാം. സാധനാ ദൃഷ്ടിയിൽ സാധകന്റെ പക്വമായ മനസ്സിനെ ദേവൻ സ്വീകരിക്കുന്ന പ്രതീകമാണ് ബീജാപൂരമായി നമ്മൾ കാണേണ്ടത്. ഇനി അടുത്ത ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഗദയാണ്. ഗതിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് വായുവിനെ പിളർക്കുന്നത്, ഒരു പ്രത്യേക ആവശ്യത്തിനായി ചലനഹിതമാകുന്നത്, ജൽപ്പന ശബ്ദം എന്നൊക്കെ വ്യത്യസ്ത അർത്ഥം നമുക്ക് ഗദ എന്നുള്ള ശബ്ദത്തിന് കൊടുക്കാം. ദശപ്രാണന്മാരിൽ അപാനന്റെ പ്രതീകം, അതായത് യോഗമാർഗത്തിലെ യമ എന്നതിന്റെ പ്രതീകമായിട്ടും കർമ്മേന്ദ്രിയത്തിലെ പാണിയുടെ പ്രതീകമായിട്ടും കാണേണ്ടതുണ്ട്. ഗദ വായുവിൽ ചുഴറ്റുമ്പോൾ ഉണ്ടാകുന്ന ജൽപ്പനങ്ങളാണ് ശബ്ദജാലങ്ങൾ. ഈ ശബ്ദങ്ങൾക്ക് ഘടന കുറയുകയും അവ്യക്തത ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാധനാ ദൃഷ്ടിയിൽ നാം കാണേണ്ടത് സാധകന്റെ അവ്യക്ത ശബ്ദങ്ങളെയും ജൽപ്പനങ്ങളെയും മുഴുവൻ ദേവൻ സ്വീകരിച്ച് എല്ലാത്തിനും വ്യക്തത ഉണ്ടാക്കി തരുന്നതിന്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഗദ വച്ചിരിക്കുന്നതെന്ന് കാണണം. ഗതിക്കുക എന്നാൽ നടനം ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. അപ്പോ സാധകനിൽ നടനം ചെയ്യുന്ന ജീവശക്തിയായ വായുവാണ്
വായുവിന്റെ ക്രമമായ ഗതാഗതം സാധിക്കുന്നത് ബോധത്തിന്റെ സ്പർശത്തോടു കൂടിയാണ്. ഇങ്ങനെ നമുക്ക് പല അർത്ഥങ്ങളും ഗതയ്ക്കെടുക്കാം. ഇനി ഇക്ഷുകാർമുകം, അതായത് കരിമ്പ് വില്ല്. ഇക്ഷു എന്നാൽ കരിമ്പാണ്. ഇച്ഛിക്കപ്പെടുന്നത് എന്നർത്ഥമാണ്. കാരണം ദശപ്രാണന്മാരിൽ വ്യാനന്റെ പ്രതീകമായിട്ടും കർമ്മേന്ദ്രിയങ്ങളിലെ പാദത്തിന്റെ പ്രതീകമായിട്ടും യോഗമാർഗത്തിലെ നിയമത്തിന്റെ പ്രതീകമായിട്ടും ഇക്ഷുവിനെ കാണണം. മനസ്സിന്റെ പ്രതീകമാണ് ഇക്ഷു. ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഗമിക്കുവാൻ ബലവും ഊർജവും നൽകുന്നത് മനസ്സാണ്, അല്ലെ? ഇച്ഛാശക്തിയാണ് ഇക്ഷുവിന്റെ ധർമ്മം എന്ന് പറയുന്നത്. കാർമുകം എന്നാൽ കർമ്മത്തെ ചെയ്യുന്നതെന്നാണ് അർത്ഥം. അപ്പോ കാർമുകം വില്ലാണ്, അല്ലെ? അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സാകുന്ന വില്ലിൽ ചിന്തകളാകുന്ന അമ്പുകൾ ഇത് ലക്ഷ്യത്തിൽ എത്തിക്കുന്ന കർമ്മം അത്രേ ഇക്ഷുചാപധാരണത്തിന്റെ ലക്ഷ്യം. അപ്പൊ നിർവിഘ്നതയോടുകൂടി സാധനയാവണം സാധകന്റെ ലക്ഷ്യം. ആ ഇച്ഛാപൂർത്തീകരണത്തിന്റെ പ്രതീകമാണ് ഇക്ഷുകാർമുകം. ദേവിയിലേക്കുള്ള ഗമനം, കുണ്ടലിനി ശക്തിയുടെ ഊർധ്വപ്രയാണത്തിൽ ശിവപദത്തിലേക്ക് സഹസ്രാരത്തിലേക്കുള്ള ഗമനത്തില് ഏറ്റവും ആദ്യം സാധകനെ സഹായിക്കുന്നത് ഈ ഗണപതിയാണ്, ഈ ബീജാപൂര ഗണപതി. അടുത്തത് ത്രിശൂലമാണ്. രുജ അല്ലെങ്കിൽ ത്രിശൂലം. രുജം എന്നാൽ ദുഃഖത്തിൽ നിന്ന് ജനിക്കുന്നതെന്നാണ് അർത്ഥം. ഇവിടെ താപത്രയങ്ങളാകുന്ന ദുഃഖത്തിനെ ജനിപ്പിക്കുന്നത്. ത്രിപുടി എല്ലാ കാലത്തും ദുഃഖത്തെയാണ് തരുന്നത്, ഇല്ലേ? ഈ ദ്വന്ദ്വ ഭാവം ഉണ്ടാക്കുന്ന ദുഃഖത്തെ ഇല്ലാതാക്കി ഏകം എന്ന അവസ്ഥയിലേക്ക് സാധകനെ നയിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ത്രിശൂലത്തെ കാണുന്നത്. ത്രിപുടിയെ ഇല്ലാതാക്കുന്നത് ത്രിശൂലം. അമ്മയുടെ കയ്യിലുണ്ട്, ഭഗവാൻ ശിവന്റെ കയ്യിലും നമുക്ക് ത്രിശൂലത്തെ കാണാം. അപ്പൊ ആസുരികതയെ ഇല്ലാതാക്കുക എന്ന ധർമ്മത്തെ ധർമ്മമാണ് ത്രിശൂലത്തിനുള്ളത്. ദശപ്രാണന്മാരിൽ ഉദാനന്റെ പ്രതീകമായിട്ടും യോഗമാർഗത്തിലെ ആസനത്തിന്റെ പ്രതീകമായിട്ടും കർമ്മേന്ദ്രിയങ്ങളിലെ വായുവിന്റെ പ്രതീകമായിട്ടും ഇതിനെ എടുക്കാം. ഇനി ചക്രം. ശക തൃപ്തൗ എന്ന് നിരുക്തം പറയുന്നു. പ്രഭാതകാലത്തിൽ പ്രിയാലാഭം കൊണ്ട് തൃപ്തിപ്പെടുന്നത് എന്നർത്ഥം. എപ്പോഴും ചലനാത്മകമാകുന്നത്, സവ്യവും അപസവ്യവുമായ മാർഗങ്ങളെ കാണിച്ചു തരുന്നത്. ക്രിയതെ ഗതിരനേന, ഗതിയെ ചെയ്യുന്നത്. ഇത് കണ്ണിന്റെ പ്രതീകമാണ്. ഇതിൽ സുദർശന ചക്രം, കണ്ണെന്ന് പറഞ്ഞ മനസ്സാണ്. മനസ്സ് ജ്ഞാനപൂരിതമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ പ്രഥമ തലമാണ് ചക്രം. ഇത് തന്നെയാണ് കാലചക്രം. ദശപ്രാണന്മാരിൽ സമാനന്റെ പ്രതീകമായിട്ടും യോഗമാർഗത്തിൽ പ്രാണായാമത്തിന്റെ പ്രതീകമായിട്ടും കർമ്മേന്ദ്രിയത്തിലെ ഉപസ്ഥത്തിന്റെ പ്രതീകമായിട്ടും ചക്രത്തെ കാണാം. ഇനി താമര അല്ലെങ്കിൽ അബ്ജം. അപ്സു ജായതേ, ജലത്തിൽ നിന്നുണ്ടാകുന്നത്. ജലത്തിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? പ്രാണൻ തന്നെയാണ്, അല്ലെ? നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രാണൻ ഒരു ഈതറിക് സ്റ്റേറ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ജലതർപ്പണം ചെയ്യുന്നത്. ഇവിടെ പ്രാണതത്വത്തിന്റെ വികസിത ഭാവം എന്നാണ് അബ്ജം പറയുന്നത്. ദശപ്രാണന്മാരിലെ നാഗന്റെ പ്രതീകം യോഗമാർഗത്തിലെ പ്രത്യാഹാരമായിട്ടും ജ്ഞാനേന്ദ്രിയത്തിലെ ശ്രോത്രത്തിന്റെ പ്രതീകമായിട്ടും കണക്കാക്കണം. അബ്ജം എന്നാൽ ഉയർന്ന ബോധാവസ്ഥ, താമര, അല്ലെ? എല്ലാ ദേവന്മാരും താമരയിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് പാശം. പാശബന്ധേ ഇതി പാശഹ, ബന്ധിക്കപ്പെട്ടത് എന്നർത്ഥം. ആശകൾ തന്നെയാണ് നമ്മുടെ പാശം. ആശാപാശങ്ങൾ മനുഷ്യ സഹജമായ ബന്ധനങ്ങൾ തന്നെയാണ്. ഇതിനെ ബന്ധിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് ജീവൻ മുക്തരാകാൻ സാധ്യമാവുകയുള്ളൂ. പശുജന്മത്തെ ബന്ധനാക്കുന്ന അവസ്ഥയെ കാണിക്കാനാണ് പാശം എന്ന ആയുധം. ദശപ്രാണന്മാരിലെ കൂർമ്മന്റെ പ്രതീകമാണിത്. യോഗമാർഗത്തിലെ ധാരണയായിട്ടും ജ്ഞാനേന്ദ്രിയത്തിലെ ചക്ഷുസിന്റെ പ്രതീകമായിട്ടും പാശത്തെ കണക്കാക്കാം. സാധകന്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ ഭൗതിക ജ്ഞാനങ്ങളെ എല്ലാം അവനെ ബന്ധനസ്ഥനാക്കുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധനം ആത്മജ്ഞാനത്തിന് വിഘ്നമാണ്. ഈ വിഘ്നത്തെ ബന്ധനത്തിലാക്കാനാണ് പാശം ഭഗവാൻ വെച്ചിരിക്കുന്നത്. ഉൽപ്പലം. ഉൽപ്പലഗതൗ രക്ഷണേ, ജലത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് ഉൽപ്പലം, അതായത് താമര എന്നും ആമ്പൽ എന്നും രണ്ട് പക്ഷമുണ്ട്. മാഘൻ നീലത്താമര എന്ന അർത്ഥം പറഞ്ഞു കാണുന്നുണ്ട്. അംബോരുഹം എന്ന അവസ്ഥ, അതായത് ഉൽപ്പലം. ആശാപാശങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞാൽ വ്യക്തിയിൽ, അതായത് സാധകനിൽ നടക്കുന്ന ബോധവികാസത്തിന്റെ പ്രതീകമാണ് ഉൽപ്പലം എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ദശപ്രാണന്മാരിലെ കൃകലന്റെ പ്രതീകവും ജ്ഞാനേന്ദ്രിയത്തിലെ രസനയുടെ പ്രതീകവുമായിട്ട് യോഗമാർഗത്തിലെ ധ്യാനത്തിന്റെ പ്രതീകമായിട്ടും ഉൽപ്പലത്തെ കാണണം. ധ്യാനത്തിന്റെ ഉയർന്ന തലമാണ് ഉൽപ്പലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇനി അടുത്തത് നെൽക്കതിർ. വ്രീഹി എന്നാണ് അതിന് പറയപ്പെടുന്നത്. വ്രീഹ്യഗ്രം എന്നാണ്. വീഹ്രി എന്നാൽ വ്രഹ വൃദ്ധവും, വർദ്ധിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് നെൽക്കതിർ ശരീരത്തിന് പോഷണത്തെ ചെയ്യുന്നത് എന്നൊരർത്ഥമുണ്ട്. ഇത് പിണ്ടാണ്ട സങ്കല്പമാണ്. പരാപരബോധമായിരിക്കുന്ന ബീജം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ശരിക്കും പറഞ്ഞാൽ ദശപ്രാണന്മാരിലെ ദേവതത്തിന്റെ പ്രതീകമായും ജ്ഞാനേന്ദ്രിയത്തിലെ
ഘ്രാണത്തിന്റെ പ്രതീകമായും യോഗമാർഗത്തിലെ സമാധിയുടെ പ്രതീകമായിട്ടും വ്രീഹിയെ കാണണം. ഒരു വിത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം പ്രകൃതിയുടെ ആ ഒരു സുഷുപ്തി അവസ്ഥയാണ് ബീജം. ഒരു വിത്തിൽ ആ മരത്തിന്റെ ഇലകളും ഫലങ്ങളും കൊമ്പുകളും എല്ലാം ഉണ്ട്. പക്ഷെ അവ പ്രത്യക്ഷമല്ല. അവയെല്ലാം തന്നെ സമാധിയിലാകുന്നു. അപ്പൊ സാധകന്റെ ദൃഷ്ടിയിൽ ധ്യാനത്തിൽ ഉളവാകുന്നതാണ് ബീജമെന്ന പ്രഥമ സൃഷ്ടി. അടുത്തത് വിഷാണം. വിശേഷേണ ഭവിക്കുന്നത്. ഇത് ദന്തമാണ്, അതായത് ആനയുടെ കൊമ്പ്. അഹന്തയുടെ പ്രതീകം. ആനയ്ക്ക് സ്വന്തം കൊമ്പ് അഹന്തയെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നു. ദശപ്രാണന്മാരിലെ ധനഞ്ജയന് പ്രതീകമായിട്ടും ജ്ഞാനേന്ദ്രിയത്തിലെ സ്പർശത്തിന്റെ പ്രതീകമായിട്ടും യോഗമാർഗത്തിലെ അഹമഹം എന്ന അവസ്ഥയുമായിട്ടും ഇതിനെ കണക്കാക്കണം. അഹന്താ മനോഭാവം ഉണ്ടായിരുന്ന ഗണപതിക്ക് ഗുരുത്വമുള്ള സുബ്രഹ്മണ്യൻ കാരണമാണ് തന്റെ ഒരു കൊമ്പൊടിഞ്ഞതെന്ന കഥ ഇവിടെ പ്രസക്തമാണ്. സാധകനിലെ ദൃഷ്ടിയിൽ ബീജാവസ്ഥയിലെ പ്രഥമമായിരിക്കുന്ന അങ്കുരം, അതായത് അഹം എന്നുള്ള ബോധമാണ്. സാധകനിൽ സൃഷ്ടിക്കുന്ന അഹങ്കാരജന്യമായ ബോധത്തെ മാറ്റി അഹംഭാവജന്യമായിരിക്കുന്ന ബോധമാക്കി തീർക്കുക എന്നതിന്റെ പ്രതീകമാണ് ഈ വിഷാണത്തെ ഗണപതി ഭഗവാൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇനിയും ബീജഗണപതിയുടെ തുമ്പിക്കയിൽ രത്നകലശമുണ്ട്. രമിപ്പിക്കുന്ന എന്തോ അത് രത്നം, കാലത്തെ കുറിക്കുന്നത് കലശം. രത്നത്തിന് ജ്ഞാനം, മനസ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്. സാധകനിൽ പക്വമായ മനസ്സിൽ പ്രഥമ സൃഷ്ടിയായിരിക്കുന്ന ബീജത്തിന്റെ ഉത്ഭവിച്ച കാലത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് രത്നകലശത്തെ കണക്കാക്കാം. ബീജഗണപതിക്ക് ഇടത്തെ തുടയിന്മേൽ സിദ്ധലക്ഷ്മി എന്ന വല്ലഭയുണ്ട്. സിദ്ധിസ്തു മോക്ഷ നിഷ്പത്തി യോഗ്യയോ, കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ യോഗ്യതയുള്ളവൾ എന്നാണ് അർത്ഥം. ഇവിടെ സാക്ഷാൽ മോക്ഷം തന്നെയാണ് ലക്ഷ്മി എന്നുള്ള പദത്തിന് എക്കാലവും നിലനിൽക്കുന്ന അർത്ഥം. ജ്ഞാനത്തെ കാണിച്ചു തരുന്നവൾ, ലക്ഷ്യത്തെ കാണിച്ചു തരുന്നവൾ. പരിണമിക്കുന്ന ജ്ഞാനം എന്ന അർത്ഥത്തിലെ രമാശ്രമി, ലക്ഷ്മി എന്നുള്ള പദം നമുക്ക് എടുക്കാം. വല്ലഭ എന്നാൽ എപ്പോഴും അഭിഗമനം നടത്തുന്നത്, അതായത് സഞ്ചാരശീലമുള്ളത്, വേർപിരിയാൻ പറ്റാത്തത്, ചുറ്റിപ്പിണഞ്ഞത് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. വല്ല സംരക്ഷണേ സഞ്ചരേണ എന്ന് നമുക്ക് പറയാം. ഐശ്വര്യത്തിൽ ആവൃതനാണ് ഈ വല്ലഭ ഗണപതി. ശ്രീവിദ്യാ സമ്പ്രദ സാധനാ പദ്ധതിയിൽ ഈ ഗണപതി സങ്കല്പത്തെയാണ് ഉപാസിക്കുന്നത്. പരിമിതികളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ പരിണാമപരമായിരിക്കുന്ന വികാസത്തിന്റെ സൃഷ്ടിയാണ് ഒരു തലത്തിൽ ചിന്തിച്ചാൽ ഗണപതി എന്നത്. പ്രജ്ഞാവികാസത്തിനായി സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക എന്ന കർത്തവ്യമാണ് ഗണപതി സാധനയിലൂടെ സാധകൻ കൈവരുത്തുന്നത്. പരമമായ സ്വാതന്ത്ര്യം ഈ ബീജ ഗണപതിയുടെ അവസ്ഥയാണ്. ശുക്ലപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായിട്ട് പറയുന്നത്. അമാവാസി കഴിഞ്ഞ് 4ാമത്തെ ദിവസം തുരീയ ദിനം. ഒരു വ്യക്തിക്ക് സാമാന്യ നിലയിൽ പറയുകയാണെങ്കിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 തലങ്ങളാണുള്ളത്. എന്നാൽ ഒരു വ്യക്തിക്ക് തന്നെ അസാമാന്യ നിലയിൽ അനുഭവപ്പെടുന്ന ഒരു ഭാവമാണ് തുരീയം എന്നുള്ള അവസ്ഥ. തുരീയത്തിൽ ബോധമുണ്ട്, പക്ഷെ ചിന്തകളില്ല. ചിത്തവൃത്തി നിരോധനത്തിലൂടെ മാത്രമേ തുരീയാവസ്ഥ കൈവരികയുള്ളൂ. ബോധാത്മകമായിരിക്കുന്ന ആനന്ദമാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. മനസ്സ് ആനന്ദമയ കോശത്തിൽ എത്തി നിൽക്കുന്ന തലമാണിത്. അപരിമേയമായിട്ടുള്ള ഉന്മ, ദ്രവ്യത്തിന്റെ ആവിഷ്കാര ഉപാധിയായ തമസിങ്കൽ പ്രതിബിംബിക്കുന്ന സ്ഥിതിയാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ആനന്ദാനുഭൂതി അനുഭവപ്പെടുന്നത് തുര്യത്തിലാണ്. ഈ നിജാനന്ദ സ്ഥിതിയിലാണ് ഗണപതിയുടെ ജനനം. പാരമാർത്ഥിക ബോധതലത്തിൽ ഗണപതി എന്ന ദേവന് ജനന മരണങ്ങളില്ല. ഒരു വ്യക്തിയിൽ, അതായത് സാധകനിൽ, അവന്റെ ബോധതലത്തിൽ എപ്പോൾ ഗണപതി ജനിക്കുന്നുവോ അന്നാണ് ഗണപതിയുടെ ജനനം. ചതുർത്ഥി എന്നാൽ തുരീയം, അതായത് 4ാമത്തത് എന്നാണ് നമ്മൾ അർത്ഥം എടുക്കേണ്ടത്. തുരീയ അവസ്ഥയിൽ ബോധമണ്ഡലം അതിന്റെ കാലദേശ പരിമിതികളിൽ നിന്ന് മുക്തമാവുകയും ശാരീരികമായ സുഖദുഃഖങ്ങൾക്ക് അതീതമായ ഒരു ആനന്ദാവസ്ഥയെ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. പൂർണ്ണ പ്രജ്ഞയെ സമ്പൂർണ്ണ ബോധത്തിലേക്ക് നയിക്കുന്ന ഒരു വികാസമായ അവസ്ഥയാണ് തുരീയം. ഭവിഷ്യപുരാണത്തിൽ ഭാദ്രപദത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിക്ക് ശിവ എന്നും മാഘമാസത്തിലെ ചതുർത്ഥിക്ക് ശാന്ത എന്നും ശുക്ലപക്ഷത്തിലെ ചൊവ്വാഴ്ച ചതുർത്ഥി വന്നാൽ അതിനെ സുഖ എന്നും അറിയപ്പെടുന്നു. തന്ത്രശാസ്ത്രത്തിലും വേദാന്ത ദർശനത്തിലും പരംപുരുഷത്വത്തിന് 2 ഭാവാന്തരങ്ങളാണ് മഹാഗണപതിയും ബീജഗണപതിയും. മഹാഗണപതി എന്ന സങ്കല്പത്തിന് ജനന മരണങ്ങളില്ല, ആദി മധ്യാന്തങ്ങളില്ലാത്തത് അത്രേ മഹാഗണപതി. മഹാഗണപതി എന്ന സങ്കല്പം ഉണ്മയാണ്, സൃഷ്ടിതത്വമാണ്. ഈ മഹാഗണപതിയിൽ നിന്നുമാണ് ഒരു പ്രത്യേക ആവശ്യത്തിനായി ബീജഗണപതി അവതരിക്കുന്നത്. മഹാഗണപതി ബിന്ദുവും ബീജഗണപതി നാദവുമാണ്. ബീജഗണപതിയെ ഹൃദയത്തിലും മഹാഗണപതിയെ ദ്വാദശാന്തത്തിലുമാണ് വിഭാവന ചെയ്യേണ്ടത്. ഹൃദയം രാഗാത്മകവും ദ്വാദശാന്തം യോഗാത്മകവുമാണ്. മഹാഗണപതിയെ മോക്ഷസിദ്ധിക്കും ബീജഗണപതിയെ ഭോഗസിദ്ധിക്കും വേണ്ടിയാണ് സാധന ചെയ്യുന്നത്. മഹാഗണപതിയെ സൂര്യനായും ബീജഗണപതിയെ സൂര്യപ്രകാശമായും വിഭാവനം ചെയ്യണമെന്ന്
കാശ്മീര തന്ത്രം പറയുന്നുണ്ട്. ഇവിടെ ഗണപതി എന്ന് പറഞ്ഞാൽ പ്രകാശാവസ്ഥ സംജാതമാകണമെങ്കിൽ സാധകനിൽ ഓജസ്സും തേജസ്സും വേണമെന്ന് താന്ത്രിക മതം പറയുന്നു. തേജസ് വന്യമണ്ഡലം തന്നെയാണ്. മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൃഥ്വി തത്വത്തിൽ ലീനമായിരിക്കുന്ന അഗ്നിസ്വരൂപം എന്ന ഗണപതി, ഇത് തന്നെയാണ് തേജസ് എന്ന് പറയുന്നത്. ഇവിടെ അഗ്നി ശക്തിയും ഗണപതി അതിന്റെ ദാഹക ശക്തിയുമാണ്. ഇത് രണ്ടും ചേർന്നാൽ തേജസ്സായി. അപ്പൊ സാധകന്റെ ദൃഷ്ടിയിൽ ബാഹ്യമായ മനോവ്യാപാരങ്ങളിൽ നിന്നും ആ ഒരു ശിവതത്വം എന്ന ശാന്താവസ്ഥയിലേക്ക് ഉൾവലിയുന്ന ശക്തി മഹാഗണപതിയും, ശിവതത്വത്തിൽ നിന്ന് ബാഹ്യ മനോവ്യാപാരങ്ങളിലേക്ക് പ്രസരിക്കുന്ന ശക്തി ബീജഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു. തന്ത്രം മഹാഗണപതി സങ്കല്പത്തെ സദാശിവ തത്വമായി കണക്കാക്കുന്നു. സൃഷ്ടിക്രമത്തിൽ ശിവതത്വങ്ങളിൽ മൂന്നാമത്തേതാണ് സദാശിവ തത്വം എന്ന് പറയുന്നത്. ഈ സദാശിവ തത്വം സാക്ഷാൽ ഗുരുതത്വം തന്നെയാണ്. അഭിനവ ഗുപ്താചാര്യർ അങ്ങനെയാണ് അതിനെ പറയുന്നത്. ശ്രീവിദ്യ ഉപാസകരുടെ കാലകൃത്യത്തിൽ സദാശിവനിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുപരമ്പരയാണ് നമ്മൾ സ്മരിക്കുന്നത്. എപ്പോഴും ആനന്ദമയനായും മൗനിയായും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനായും പരംപുരുഷ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നവനായും സദാശിവനെ ശൈവതന്ത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ഇച്ഛാശക്തിക്കാണ് ഇവിടെ പ്രാധാന്യം. വസ്തുനിഷ്ഠമായിരിക്കുന്ന പരാമർശം പൂർണ്ണമായും ഈ ഇച്ഛാശക്തിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബാഹ്യമായിരിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം തന്നെ ജ്ഞാനാവസ്ഥയിൽ എങ്ങനെ പ്രകടമാകുന്നു അങ്ങനെ തന്നെ ഇച്ഛയുണരുമ്പോൾ വ്യക്തിക്ക് പ്രകടമാകുന്നു. ഒരു മഹത് സൃഷ്ടിക്കുള്ള ആരംഭമായിട്ട് ഈ ഇച്ഛയെ കാണണം. ഞാൻ ഇതാണ്, അഹമിതം എന്ന ഭാവമാണ് പ്രഥമമായിരിക്കുന്ന ഇച്ഛ. ഈ ഇച്ഛാശക്തി ഉണർന്ന് പ്രകടമാകുമ്പോൾ സമസ്ത പ്രപഞ്ചവും അവ്യക്തമായിരിക്കും. ഈ അവ്യക്തത അനശ്വര ജീവികളുടേതുപോലെ പരിമിതത്വമാർന്നതുമായിരിക്കും. ഇവിടെയാണ് മന്ദേ മഹേശനായിരിക്കുന്ന സാധകന് ആണവമലം എന്നുള്ള തലത്തിൽ എത്തുന്നത്. നമുക്കറിയാം മലത്രയങ്ങളുണ്ടല്ലേ, ആണവമലം, മായികമലം, കാർമികമലം. ഈ അനുഭവം ആദ്യമൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്നതാണ് ശിവാവസ്ഥ. ഇത് സർവമയവും ബ്രഹ്മാണ്ടമാകുന്ന ശിവനിലും പിണ്ടാണ്ടമാകുന്ന സാധകനിലും അനുഭവപ്പെടുന്നത് കൊണ്ട് ആ അവസ്ഥയെ സദാശിവൻ എന്നാണ് പറയപ്പെടുന്നത്. വളരെ ഗോപ്യമായിരിക്കുന്ന ആരാധന രീതികൾ, അതായത് കളമ്പാട്ടിനോടനുബന്ധിച്ച് ഒരു മൂല ഗണപതി സ്തുതി തന്നെ രചിച്ചിട്ടുണ്ട്. വാഴുക വാഴുക ഏകമാം സ്വരൂപം വാഴുക എന്ന് തുടങ്ങുന്ന സ്തുതിയില് ആദിയും അന്തവും ആകാശവും ഭൂമിയും ആകെ ഒരുമിച്ചിട്ടേകയാം നാൾ മായ വെള്ളമാകെ നിറഞ്ഞ കാലം 32 ശിരസോടും അതിൽ ഇരട്ടിച്ച കൈകളോടും ദിക്കുകൾ നിറഞ്ഞ പ്രഭയോടും ഒരു സ്വരൂപം കാണായി വന്നു താൻ സദാശിവ ഗണപതി എന്ന്. അപ്പൊ യോഗാഗ്നിയായി ഈ ചൈതന്യത്തെ നന്നായി ദഹിപ്പിക്കാൻ നേരം ശ്രീ പരമേശ്വരൻ അരുളി, പാർവതീപുത്രനായി നിന്റെ പുത്രനായി ഈ ചൈതന്യം ലോകം അറിയപ്പെടുമെന്ന്. അപ്പൊ ഗണേശ സൃഷ്ടിയെ സദാശിവ ഗണപതി തത്വത്തെയും നന്നായി പരാമർശിക്കപ്പെടുന്ന തന്ത്രശാസ്ത്രത്തിലെ സിദ്ധാചാരം പാരമ്പര്യമാക്കിയ തമിഴ്നാട്ടിലെ സിദ്ധന്മാർ അവരുടെ പാരമ്പര്യ മന്ത്രോപദേശ വിധിയിൽ ആദ്യം സദാശിവ ഗണപതി തത്വമാണ് ഉപദേശിച്ചു കൊടുക്കുക. ഇവിടെ സദാശിവ തത്വവും ഗണപതി തത്വവും ഒന്നായിട്ടിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഗുരുതത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബീജഗണപതിയുടെ സാധന കാമ്യവും സ്ഥാനം ഹൃദയപത്മവുമാണ്. മഹാഗണപതി മോക്ഷവും സ്ഥാനം ഭ്രൂമത്യവുമാണ്. പ്രകൃതിയിൽ നിന്നും ആദ്യമായി ഉണ്ടാകുന്ന ശുദ്ധ സത്തയാണ് മഹത്ത് എന്ന് പറയുന്നത്. മഹത്ത് എന്നത് തേജരൂപം തന്നെയാണ്. മഹദാദി ക്രമേണ പഞ്ചഭൂതാനം എന്ന് സാഖ്യം പറയുന്നുണ്ട്. അപ്പൊ ഗകാരം എന്നാൽ തേജോ രൂപം തന്നെയാണ്. അഗ്നി സൂര്യ സോമ മണ്ഡലങ്ങളിലെ അഗ്നി മണ്ഡലത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാറ്റിലും കർമ്മസാക്ഷിയാണ് ഗണപതി. ഗണപതിക്ക് ഏറ്റവും പ്രിയം ഹോമമാണ്. അതുകൊണ്ട് തന്നെ ഹോമാരംഭത്തിൽ ഗണപതി പൂജ നടത്തി കർമ്മസാക്ഷിയാൻ അഭ്യർത്ഥന ചെയ്യുന്ന പ്രാർത്ഥന തന്നെ ഉണ്ട് തന്ത്രശാസ്ത്രങ്ങളിൽ. ഗണങ്ങളെ ഇന്ദ്രിയങ്ങളായിട്ടും ഇന്ദ്രിയങ്ങളുടെ പതി മനസ്സായിട്ടും മനസ്സിന്റെ പ്രതീകം ഗണപതിയായിട്ടും തന്ത്രശാസ്ത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗജേന്ദ്രമോക്ഷം കഥയിലെ ആനയെ മുതല നദിയിലേക്ക് വലിക്കുന്ന സന്ദർഭത്തിൽ ആന മനസ്സും മുതല ഇന്ദ്രിയങ്ങളുമാണ് അല്ലെ. ആദി ശങ്കരാചാര്യരുടെ കഥയിലെ മുതലയും ഈ തത്വത്തിൽ വിരൽ ചൂണ്ടുന്നുണ്ട്. മുതലായ സപ്തലോകങ്ങളിൽ 4-മത്തതാണ് മഹർലോകം. ഇവിടെ ഗണപതി തുരീയാവസ്ഥയിലുള്ളതാണെന്ന് സൂചിപ്പിച്ചു. മഹർലോകം തുരീയാവസ്ഥ തന്നെയാണ്. ബീജഗണപതി മൂലാധാരത്തിലും മഹാഗണപതി ഹൃദയത്തിലും സദാശിവ ഗണപതി ആജ്ഞാചക്രത്തിലും പൂജിക്കപ്പെടേണ്ടതാണെന്ന് ഗണപതി സാധനാവല്ലി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോ മഹാഗണപതിയുടെ രൂപ പഠനം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയുക, വളരെ പഠന വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമാണ്. വളരെ അപൂർവവും അപരിചിതവും ആയിട്ടുള്ള ഒരു രൂപമാണ് ഗണപതിയുടേത്. ആനയുടെ ശിരസും മനുഷ്യന്റെ ഉടലും അല്ലെ. ഗണപതിക്ക് നരവംശ ശാസ്ത്രജ്ഞനായ ജെറ്റിയുടെ അഭിപ്രായത്തിൽ കലിയുഗ ആരംഭത്തിൽ തന്നെ ഗണപതിക്ക് ഈ രൂപം ഉണ്ടായിരുന്നു. ആദിമ മനുഷ്യരുടെ കാലഘട്ടം മുതൽ ഗണപതി ആരാധന ഇവിടെ ഉണ്ടായിരുന്നു.
പല രാജാക്കന്മാരുടെയും മുദ്ര തന്നെ ഗണപതിയുടെ രൂപമായിരുന്നു. ദ്രവീഡിയൻ കാലഘട്ടത്തെ പറ്റി പഠിച്ച ചരിത്രകാരനായിരിക്കുന്ന ചരിത്രകാരന്മാർ എന്താ ഒരു ഘോൽ എന്ന വിഭാഗക്കാരിലായിരുന്നു ഗണപതി ആരാധന ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. അവരുടെ അഭിപ്രായത്തിൽ ആനയാണ് ശ്രേഷ്ഠമായിരിക്കുന്ന മൃഗം. മനുഷ്യൻ അത്ര പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കാത്ത മൃഗമായതിനാകണം ഗജാരാധന അവിടെ പ്രചാരം നേടിയത്. കരി എന്നാണ് ആനയ്ക്ക് പ്രാകൃത ഭാഷ. കരം മുമ്പിലുള്ളത് എന്നർത്ഥം. ധനത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമാണ് ഗജം. ഒരു ദേവതയുടെ ബാഹ്യമായിരിക്കുന്ന രൂപം, ആന്തരികമായ ഭാവം, ആയുധങ്ങൾ, വർണ്ണനകൾ, വാഹനം, സ്ഥാനം എല്ലാ കാര്യങ്ങളും താന്ത്രികമായ തത്വങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഗണപതിയുടെ അംഗപ്രത്യംഗങ്ങൾ താത്വികമായ തലങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഗണപതിയുടെ ശിരസ് ആനയുടെ തലയുടെ രൂപമാണ് അല്ലെ ശിരസിന്. മഹത്തായിരിക്കുന്ന ബുദ്ധി, സാമർഥ്യം, ഓർമ്മശക്തി, നേതൃത്വ, പാടവം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. എന്താണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്? സാധകൻ ഉണ്ടാവേണ്ട ബോധവികാസത്തിന്റെ പ്രതീകം, അതാണ് ശിരസ് അല്ലെ. അപ്പൊ ബുദ്ധിയുടെ ഇരിപ്പിടവും അതിന്റെ ഉണർവും ശിരസിലാണ് അനുഭവപ്പെടുന്നത്. ബുദ്ധി എന്നാൽ എന്താണ്? ബോധതലത്തിന്റെ പ്രകടന ഭാവമാണ്. ഓഷോ പറയാറുണ്ട് ഇങ്ങനെ, ബുധ അവഗമനെ, പദാർത്ഥത്തെ അറിയുന്നത് എന്ന് സാമാന്യ അർത്ഥം എടുക്കാം. സത്വരജസ് തമോ ഗുണങ്ങളുടെ ഉൽപ്പന്നമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് എല്ലാ വശത്തിൽ നിന്നും പ്രതിബിംബത്തെ സ്വീകരിക്കുന്നു. ബുദ്ധിക്ക് മേൽ പ്രതിബിംബം ബാഹ്യമെന്നും ആന്തരികമെന്നും രണ്ടു വിധത്തിൽ പ്രസരിക്കുന്നു. ആത്മാവിന്റെ പ്രകാശം ഉള്ളിൽ നിന്നും ബാഹ്യവസ്തുക്കളുടെ പ്രതിബിംബത്തെ പുറത്തു നിന്നും അത് സ്വീകരിക്കുന്നു. സ്ഥൂലമായതും ബാഹ്യ ദൃഷ്ടി ഗോചരവുമായ പ്രതിബിംബം ബാഹ്യവും ആത്മബോധത്തിൽ ഉളവാകുന്ന ജ്ഞാനാത്മകമായിരിക്കുന്നത് ആന്തരികവും. സംസ്കാരങ്ങൾ ഉത്ഭൂതമാകുമ്പോൾ അവയിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന ബിംബങ്ങൾ ബുദ്ധിയിൽ പതിയുകയും ചെയ്യുന്നു. അപ്പൊ പ്രതിബിംബം നിമിത്തം ദർപ്പണ തുല്യമായ പ്രകൃതി ഉണ്ടാക്കുന്നതായി തോന്നുന്ന ആ പരിണിതിയെ ബുദ്ധിവൃത്തി എന്ന് പറയുന്നത്. പ്രകൃതിയുടെ വികാരം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. പ്രസവധർമ്മിയാണ് ബുദ്ധി. ആ രൂപത്തിലുള്ള കർത്തൃത്വം ബുദ്ധിയിൽ സ്വതവേ ഉള്ളതാണ്. അപ്പൊ അധിഷ്ഠാന രൂപത്തിലുള്ള കർത്തൃത്വത്തിന്റെ ഭാവം ബുദ്ധിയിൽ ഉണരുന്നത് ചിത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ബുദ്ധിയുടെ പരിണാമം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അഹങ്കാരജന്യം, ഒന്ന് വിഷയാകാരജന്യം. അപ്പൊ അഹങ്കാരാദി രൂപത്തിലുള്ള പരിണാമം ഈശ്വരചിത് സാന്നിധ്യം മൂലവും വിഷയാകാരമുള്ള രൂപബുദ്ധി ജീവചൈതന്യ സാന്നിധ്യവും മൂലവുമാണ് നടക്കുന്നത്.